8ാം ക്ലാസ്സിലെ ഇംഗ്ലീഷിലെ താങ്ക് യു മാം എന്ന് പറയുന്ന ചാപ്റ്ററിലെ കംപ്ലീറ്റ് ആക്ടിവിറ്റീസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ആക്ടിവിറ്റി 1, റോജർ വാസ് ഡീപ്ലി മൂവ്ഡ് ബൈ ദ ലേഡീസ് കമ്പാഷൻ ആൻഡ് ഹ്യൂമനിറ്റി. ഹി റൈറ്റ്സ് എ ലെറ്റർ ടു ഹെർ എക്സ്പ്രസിങ് ഹിസ് ഗ്രാറ്റിറ്റ്യൂഡ്. ലെറ്റ്സ് റീഡ് ദ ലെറ്റർ. ഇവിടെ എന്താ, നമ്മുടെ റോജർ ഉണ്ടല്ലോ അല്ലേ, അവന് ആ ഒരു ലേഡിയുടെ ആ ഒരു കാരുണ്യവും മനുഷ്യത്വത്തിലൊക്കെ അവന് ഭയങ്കരമായിട്ട് എന്തായിട്ട് ഇമോഷണലി അവന് ഭയങ്കരമായിട്ട് അത് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ, അവരുടെ ആ ഒരു പെരുമാറ്റമൊക്കെ. ദെൻ അവൻ എന്ത് ചെയ്യാണ്, അവൻ്റെ നന്ദിയും കടപ്പാടും ഒക്കെ അവരോട് അറിയിച്ചുകൊണ്ടുള്ള ഒരു ലെറ്റർ അവൾക്ക് എഴുതുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ലെറ്റർ താഴെ തന്നിട്ടുള്ളത് നോക്കാം. സോ ഇവിടെ നമുക്ക് ഒരു ലെറ്റർ എങ്ങനെയാണ് നമ്മൾ എഴുതേണ്ടത് എന്നുള്ളതിൻ്റെ ഒരു മോഡലും കൂടിയാണ് തന്നിട്ടുള്ളത്. അതിൽ എന്തൊക്കെ ഉൾപ്പെടുത്തണം എന്നൊക്കെ ഇവിടെ കറക്റ്റായി കാണിച്ചു തരുന്നുണ്ട് അല്ലേ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഫസ്റ്റ് എന്താണ്, സെൻഡേഴ്സ് അഡ്രസ്സ് ആണ് അല്ലേ. ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം, അയക്കുന്ന ആളുടെ ആരാണോ കത്ത് എഴുതുന്നത് അവരുടെ അഡ്രസ്സ് വേണം ഫസ്റ്റ് കൊടുക്കാൻ അല്ലേ. അപ്പോൾ ഇവിടെ ഫസ്റ്റ് അഡ്രസ്സ് തന്നിട്ടുണ്ട്, സെൻഡേഴ്സ് അഡ്രസ്സ് എന്ന് എഴുതിയിട്ടില്ലേ. അപ്പോൾ 45 എവേ സ്ട്രീറ്റ്, സിറ്റി വില്ല, വാഷിങ്ടൺ ഈസ്റ്റ് എന്ന് തന്നിട്ടുണ്ട്. ദെൻ നെക്സ്റ്റ് നമ്മൾ എന്ത് കൊടുക്കുക, നെക്സ്റ്റ് നമ്മൾ ഡേറ്റ് ആണ് കൊടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ 7 സെപ്റ്റംബർ 1916 എന്ന് തന്നിട്ടുണ്ട്. ദെൻ നെക്സ്റ്റ് നമ്മൾ ഒരു അഭിസംബോധന അല്ലേ, നമ്മൾ കത്തൊക്കെ തുടങ്ങുമ്പോൾ ഫസ്റ്റ് നമ്മൾ എന്ത് കൊടുക്കും, ഡിയർ ഫ്രണ്ട് ആണെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തെ, അല്ലെങ്കിൽ ഡിയർ എന്ന് എഴുതിയിട്ട് അവരുടെ പേരിലെ ഡിയർ മിസ്സസ് ജോൺസ് എന്ന് എഴുതിയിട്ടാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നെക്സ്റ്റ് വരുന്നത് ഇൻട്രൊഡക്ഷൻ ആണ്, ഒരു ആമുഖമാണ് അല്ലേ. അപ്പോൾ ഇവിടെ എന്താ തന്നിട്ടില്ലേ, ഐ ഹോപ്പ് ദിസ് ലെറ്റർ ഫൈൻഡ്സ് യു ഇൻ ദ ബെസ്റ്റ് ഓഫ് ഹെൽത്ത്. ഞാൻ വിചാരിക്കുന്നു ഈ ഒരു ലെറ്റർ നിങ്ങളുടെ കയ്യിലെത്തുമ്പോൾ നിങ്ങൾ പൂർണ്ണ ആരോഗ്യവാനായിട്ട് തന്നെ, എന്ന് വെച്ചാൽ നിങ്ങൾക്ക് സുഖമായിട്ടിരിക്കുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഐ ഡോണ്ട് നോ വെദർ യു റിമെമ്പർ മീ. എനിക്കറിയില്ല നിങ്ങൾ എന്നെ ഓർക്കുന്നുണ്ടോയെന്ന്. ബട്ട് ഐ ക്യാൻ നെവർ ഫോർഗെറ്റ് യു. പക്ഷേ എനിക്കൊരിക്കലും നിങ്ങളെ മറക്കാൻ കഴിയില്ല. ഐ ആം നൺ അതർ ദാൻ റോജർ, ദ ബോയ് യു ട്രീറ്റഡ് സോ കൈൻഡ്ലി ഓൺ ദാറ്റ് ഇവൻറ്റ്ഫുൾ നൈറ്റ്. ഞാൻ മറ്റാരുമല്ല, ഞാൻ റോജറാണ്. ആ ഇവൻറ്റ്ഫുൾ ആയിട്ടുള്ള അല്ലേ, ആ സംഭവബഹുലമായ ആ രാത്രിയിൽ നിങ്ങൾ നല്ല ദയോടെ ട്രീറ്റ് ചെയ്തിട്ടുള്ള ആ ബോയാണ് ഞാനെന്ന് പറയണം. ഐ ആം റൈറ്റിംഗ് ദിസ് ലെറ്റർ ജസ്റ്റ് താങ്ക് യു ഫ്രം ദി ബോട്ടം ഓഫ് മൈ ഹാർട്ട്. അതുപോലെ ഈ ലെറ്റർ ഞാൻ നിങ്ങൾക്ക് എഴുതുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്, എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി നിങ്ങളോട് അറിയിക്കാൻ വേണ്ടിയിട്ടാണ്. ദെൻ നെക്സ്റ്റ് നമ്മൾ കൊടുക്കേണ്ടത്, ഇതാണ് നമ്മുടെ ഒരു ആമുഖം അല്ലെങ്കിൽ ഒരു ഇൻട്രൊഡക്ഷൻ അല്ലേ. നമ്മൾ എന്താണ് സുഖവിവരങ്ങൾ അന്വേഷിക്കുക, അതുപോലെ എന്തിനു വേണ്ടിയിട്ടാണ് ലെറ്റർ എഴുതുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇൻട്രൊഡക്ഷനിൽ കൊടുക്കുക. ദെൻ നെക്സ്റ്റ് നമ്മൾ മെയിൻ കണ്ടൻ്റ് ആണ് അല്ലേ, നമ്മൾ എന്താണോ ആ ലെറ്ററിൽ നമ്മൾ അവരോട് പറയാൻ ഉദ്ദേശിക്കുന്നത് ആ ഒരു കാര്യമാണ് അവിടെ ഉൾപ്പെടുത്തേണ്ടത്. അപ്പോൾ എന്താ എഴുതിയിട്ടുള്ളത്, ഐ നോ ഐ ഡിഡ്ന്റ് ഡിസേർവ് യുവർ കൈൻഡ്നസ് ആഫ്റ്റർ ഐ ട്രൈഡ് ടു സ്നാച്ച് യുവർ പേഴ്സ്, ബട്ട് യു ഡിഡ്ന്റ് ട്രീറ്റ് മീ ലൈക്ക് എ തീഫ് എയ്തർ. ഇൻസ്റ്റെഡ് യു ട്രീറ്റഡ് മീ വെൽ ആൻഡ് ഷോഡ് മീ ദ റൈറ്റ് പാത്ത് വിത്ത് ലവ് ആൻഡ് കെയർ. എനിക്കറിയാം നിങ്ങളുടെ പേഴ്സ് തട്ടിയെടുക്കാൻ ശ്രമിച്ചതിന് ശേഷം എനിക്കൊരിക്കലും നിങ്ങളുടെ ദയ അർഹിക്കുന്നില്ല എന്ന് എനിക്കറിയാം. പക്ഷേ നിങ്ങൾ എന്നെ ഒരിക്കലും ഒരു കള്ളനെ പോലെയല്ല ട്രീറ്റ് ചെയ്തത്. അതിന് പകരം സ്നേഹത്തോടെയും കരുതലോടെയും നിങ്ങൾ എന്നോട് പെരുമാറില്ലേ, എനിക്ക് ശരിയായ പാത ഏതാണെന്ന് നിങ്ങൾ കാണിച്ചു തന്നു. റാദർ ദാൻ പണിഷിങ് മീ യു എവൻ ഗവ് മീ മണി ഫോർ ദ ഷൂസ്. എന്നെ പണിഷ് ചെയ്യുന്നതിന് പകരം നിങ്ങൾ എനിക്ക് ഷൂ വാങ്ങാനുള്ള പണം കൂടി തന്നു. ഐ ക്യാൻ എക്സ്പ്രസ് ഹൗ മച്ച് ദാറ്റ് മീൻ ടു മീ. അതില്ലേ, നിങ്ങൾ ആ ചെയ്ത കാര്യം എത്രമാത്രം മീൻഫുൾ ആണെന്ന് എനിക്ക് എക്സ്പ്രസ് ചെയ്യാൻ കഴിയുന്നില്ല. ഐ ഹാവ് തോട്ട് എബൌട്ട് യു എ ലോട്ട് സിൻസ് ദാറ്റ് നൈറ്റ്. ആ ഒരു രാത്രി നിങ്ങളെക്കുറിച്ച് ഞാൻ ഒരുപാട് ചിന്തിച്ചു. ആൻഡ് ഐ പ്രോമിസ് ഐ വിൽ നെവർ റിപ്പീറ്റ് സച്ച് എ ഡീഡ് എവർ. ഇനി ഒരിക്കലും ഞാൻ അങ്ങനെ ഒരു കാര്യം അല്ലേ, അതുപോലെ ഒരു തെറ്റായ ഒരു കാര്യം ഞാൻ റിപ്പീറ്റ് ചെയ്യില്ല എന്ന് ഞാൻ പ്രോമിസ് ചെയ്യാണ്. മാത്രമല്ല, moreover, your attitude made me understand the true values of compassion and empathy that I need to imbibe and practice. ഇതുപോലെ നിങ്ങളുടെ ആറ്റിറ്റ്യൂഡിലെ നിങ്ങളുടെ മനോഭാവം എനിക്ക് മനസ്സിലാക്കി തന്നു ഈ യഥാർത്ഥ സഹാനുഭൂതിയുടെയും കാരുണ്യത്തിൻ്റെയും ഒക്കെ വാല്യൂസ്, അതിൻ്റെയൊക്കെ മൂല്യങ്ങൾ, അതുപോലെ അതൊക്കെ നമ്മൾ പരിശീലിക്കേണ്ടതിൻ്റെ ആവശ്യകത, അതൊക്കെ എനിക്ക് നിങ്ങളുടെ ആറ്റിറ്റ്യൂഡിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റിയെന്ന് പറയണം. ദെൻ അവസാനം ഒരു കൺക്ലൂഷൻ കൊടുക്കുക അല്ലേ, ഉപസംഹാരം അല്ലേ, ഒരു അവസാനിപ്പിക്കൽ, ഈ ലെറ്റർ അവസാനിപ്പിക്കുക എന്നുള്ള രീതിയിൽ. അപ്പോൾ നമുക്ക് എന്ത് പറയാം, സോ താങ്ക് യു മാം ഫോർ എവറിത്തിങ് യു ഡിഡ്. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് നന്ദിയുണ്ട് നിങ്ങൾ ചെയ്തു തന്ന എല്ലാത്തിനും അല്ലേ. ഐ ഷോൾ ഓൾവേസ് റിമെയിൻ ഇൻഡെപ്റ്റഡ് ടു യു. ഞാൻ എപ്പോഴും നിങ്ങളോട് കടപ്പെട്ടിരിക്കും. ആൻഡ് ഐ പ്രോമിസ് ഐ വിൽ ഡു മൈ ബെസ്റ്റ് ടു ബിക്കം ദ പേഴ്സൺ യു ഷോഡ് മീ ഐ കുഡ് ബി. അതുപോലെ നിങ്ങളെനിക്ക് കാണിച്ചു തന്ന ആ ഒരു വ്യക്തിയാവാൻ വേണ്ടിയിട്ട്, ഒരു ബെസ്റ്റ് ആയിട്ടുള്ള ഒരു നല്ല വ്യക്തിയാവാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യും,
എനിക്ക് കഴിയുന്ന അത്ര പരിശ്രമിക്കും എന്നും കൂടി ഞാൻ പ്രോമിസ് ചെയ്യാണ്. പിന്നെ അവസാനം കോംപ്ലിമെൻ്ററി ക്ലോസാണ് തന്നിട്ടുള്ളത്. എന്താണ്? യുവേഴ്സ് ട്രൂലി റോജർ എന്ന് എഴുതിയിട്ടുണ്ട് അല്ലേ. നമ്മൾ ലെറ്റർ അവസാനിപ്പിക്കുമ്പോൾ എന്ത് ചെയ്തും? യുവേഴ്സ് ലവിങ്ലി അല്ലെങ്കിൽ യുവേഴ്സ് ഫെയ്ത്ത്ഫുള്ളി, വിശ്വസ്തയോടെ അല്ലെങ്കിൽ സ്നേഹത്തോടെ എന്ന് എഴുതിയിട്ട് നമ്മുടെ പേര് എഴുതും അല്ലേ. അപ്പോൾ ഈ രീതിയിലാണ് അവസാനിപ്പിക്കുന്നത്. അപ്പോൾ ഇതാണ് ലെറ്ററിൻ്റെ ഒരു ഫോർമാറ്റ്. നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ദെൻ നോട്ട് ദാറ്റ് Roger uses no formal words or phrases in this letter as it is quite personal. അപ്പോൾ ഈ ഒരു ലെറ്ററിൽ റോജർ ഒരിക്കലും തന്നെ ഒരു ഫോർമലായിട്ടുള്ള വാക്കുകളോ വാക്യങ്ങളോ ഒന്നും ഇതിൽ ഉപയോഗിച്ചിട്ടില്ല അല്ലേ. അതുകൊണ്ട് തന്നെ ഇതെന്താണ്? ഒരു പേഴ്സണൽ ലെറ്ററാണ്. എ പേഴ്സണൽ or informal letter addresses someone the writer knows well, such as a friend or family member. Such letters can be casual and often share thoughts, feelings, updates or news. അപ്പോൾ ഒരു പേഴ്സണൽ ലെറ്റർ അല്ലെങ്കിൽ ഇൻഫോർമൽ ലെറ്റർ എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ ആർക്ക് എഴുതുന്ന ലെറ്റേഴ്സാണത്? നമുക്ക് നന്നായി അറിയാവുന്ന ആളുകൾക്ക് എന്ന് വെച്ചാൽ നമ്മുടെ ഫ്രണ്ട്സ് ആയിരിക്കാം, അല്ലെങ്കിൽ ഫാമിലി മെമ്പേഴ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ നമുക്ക് നന്നായി പരിചയമുള്ള വേറെ ആരെങ്കിലായിരിക്കും. അങ്ങനെയുള്ളവർക്ക് നമ്മൾ എഴുതുന്ന കത്തുകളാണ് ഈ പേഴ്സണൽ അല്ലെങ്കിൽ ഇൻഫോർമൽ ലെറ്റർ. ഇവിടെ മുകളിൽ തന്ന പോലെയുള്ള കത്ത്. അങ്ങനെയുള്ള ലെറ്റേഴ്സിൽ നമുക്ക് എന്തൊക്കെ പറയാം? അവരോട് നമ്മുടെ ഫീലിങ്സ് പറയാം, നമ്മുടെ തോട്ട്സ്, നമ്മുടെ ചിന്തകൾ ഉൾപ്പെടുത്താം, അപ്ഡേറ്റ്സ് അല്ലേ, നമ്മുടെ ലൈഫിൽ നടക്കുന്ന പുതിയ പുതിയ അപ്ഡേറ്റ്സ്, പുതിയ സംഭവങ്ങൾ, അതുപോലെ പുതിയ വിവരങ്ങൾ, ന്യൂസുകൾ ഒക്കെ നമുക്ക് ആ ലെറ്റേഴ്സിൽ ഉൾപ്പെടുത്താം. ഓക്കെ, അപ്പോൾ ഇനി ആക്ടിവിറ്റി നോക്കാം. നെഹ്റു ഇൻ ഹിസ് സ്പീച്ച് കോൾസ് ഓൾ സിറ്റിസൺസ് ടു ലിവ് ആൻഡ് വർക്ക് ടുഗെദർ ഓൺ ദി പാത്ത് ടു പ്രോസ്പെരിറ്റി. നെഹ്റു അദ്ദേഹത്തിൻ്റെ സ്പീച്ചിലൂടെ പറയുന്നുണ്ട് അല്ലേ, ഓരോ പൗരന്മാരും നമ്മുടെ പ്രോസ്പെരിറ്റിയിലേക്കുള്ള, അഭിവൃദ്ധിയിലേക്കുള്ള ആ ഒരു പാതയിൽ എല്ലാവരും ഒരുമിച്ച് ജീവിക്കുകയും അതുപോലെ പ്രവർത്തിക്കുകയും വേണം എന്നൊക്കെ അദ്ദേഹം അതിൽ പറയുന്നുണ്ടായിരുന്നു അല്ലേ. ദെൻ ഇമാജിൻ യു ഷെയർ ദിസ് വിഷൻ വിത്ത് വൺ ഓഫ് യുവർ ഫ്രണ്ട്സ് ത്രൂ എ ലെറ്റർ, റൈറ്റ് ദ ലൈക്ലി ലെറ്റർ. ഈ ഒരു കാഴ്ചപ്പാട് നിങ്ങൾ നിങ്ങളുടെ ഒരു ഫ്രണ്ടിനോട് ഷെയർ ചെയ്യുകയാണെന്ന് വിചാരിക്കുക. എങ്ങനെയാണ്? ലെറ്റർ എഴുതിയിട്ടാണ് ഫ്രണ്ടിനോട് പറയുന്നത്. ദെൻ ആ ഒരു ലെറ്റർ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ടിന് എഴുതുന്ന ലെറ്ററാണ്. അപ്പോൾ നമ്മൾ മുകളിൽ തന്ന പോലെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു ലെറ്ററാണ് നമ്മൾ എഴുതേണ്ടത് അല്ലേ. ഫസ്റ്റ് നമ്മൾ സെൻറ്റേഴ്സ് അഡ്രസ്സാണ് എഴുതുന്ന ആളുടെ അഡ്രസ്സ്. അപ്പോൾ ജസ്റ്റ് ഇവിടെ ഒരു അഡ്രസ്സ് കൊടുത്തിട്ടുണ്ട്, SKM റോഡ്, മുംബൈ എന്നൊക്കെ അല്ലേ. ദെൻ നെക്സ്റ്റ് നമ്മൾ ഡേറ്റ് കൊടുക്കുക. ദെൻ ഒരു സല്യൂട്ടേഷനിലെ ഡിയർ രാഹുൽ എന്ന് എഴുതി, പ്രിയപ്പെട്ട രാഹുലിന്. ദെൻ എന്താ പറയുന്നത്? ഐ ഹോപ്പ് യു ആർ ഡൂയിങ് വെൽ, നീ നന്നായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. ടുഡേ വി ലേൺ അബൌട്ട് ജവഹർലാൽ നെഹ്റൂസ് ഫേമസ് സ്പീച്ച് ട്രിസ്റ്റ് വിത്ത് ഡെസ്റ്റിനി. ഇന്ന് ഞങ്ങൾ ജവഹർലാൽ നെഹ്റുവിൻ്റെ ഫേമസ് ആയിട്ടുള്ള സ്പീച്ചായിട്ടുള്ള ട്രിസ്റ്റ് വിത്ത് ഡെസ്റ്റിനി പഠിച്ചിട്ടുണ്ടായിരുന്നു. I was really moved by his words and wanted to share my thoughts with you. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ശരിക്കും എന്നെ സ്പർശിച്ചു. എൻ്റെ ചിന്തകൾ നീയുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. നെഹ്റു സ്പോക്ക് അബൌട്ട് ഹൗ ഫ്രീഡം ആൻഡ് പവർ ബ്രിങ് ഗ്രേറ്റ് റെസ്പോൺസിബിലിറ്റി. ഫ്രീഡവും സ്വാതന്ത്ര്യവും പവറും ഒക്കെ എങ്ങനെയാണ് നമ്മിൽ വലിയ ഉത്തരവാദിത്തങ്ങൾ കൊണ്ടുവരുന്നത് എന്ന് അദ്ദേഹം സംസാരിച്ചു. Even though he delivered this speech long ago, his message feels so relevant today. ഈ സ്പീച്ച്, ഈ ഒരു പ്രസംഗം അദ്ദേഹം കുറേ കാലം മുന്നേ നടത്തിയതാണെങ്കിലും ഇതിലെ മെസ്സേജുകൾ ഇപ്പോഴും ഭയങ്കര പ്രസക്തമാണ്. He reminded the people of India that true freedom means working together to end poverty, ignorance and inequality. Poverty അതുപോലെ ignorance അല്ലേ, അജ്ഞത, അതുപോലെ inequality, അസമത്വം, ഇതിനൊക്കെ വേണ്ടി നമ്മളെല്ലാവരും ഒരുമിച്ച് പ്രവർത്തിക്കലാണ് ശരിക്കും സ്വാതന്ത്ര്യം എന്ന് അദ്ദേഹം ഇന്ത്യയിലെ ആളുകളെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. He wanted every citizen to live with dignity and to serve the nation with യൂണിറ്റി ആൻഡ് കമ്പാഷൻ. അതുപോലെ ഓരോ പൗരനും അന്തസ്സോടെ ജീവിക്കുകയും ഐക്യത്തോടെയും അനുകമ്പയോടെയും രാഷ്ട്രത്തെ സേവിക്കുകയും ചെയ്യണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചു. What touched me most was his dream of building a noble mansion of free India, where all Indians could live as one family. എല്ലാ ഇന്ത്യക്കാർക്കും ഒരു കുടുംബമായി ജീവിക്കാൻ കഴിയുന്ന നോബൽ മാൻഷൻ ഓഫ് ഫ്രീ ഇന്ത്യ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ആ ഒരു ഡ്രീമാണ് എന്നെ ഏറ്റവും കൂടുതൽ ടച്ച് ചെയ്യിപ്പിച്ചത്. ഇറ്റ് മെയ്ഡ് മീ റിയലൈസ് ദാറ്റ് അവർ ജനറേഷൻ ടു ഹാസ് എ റോൾ ടു പ്ലേ ഇൻ ഫുൾഫില്ലിംഗ് ദാറ്റ് ഡ്രീം ബൈ ബീയിങ് ഹോണസ്റ്റ്, കൈൻഡ് ആൻഡ് റെസ്പോൺസിബിൾ സിറ്റിസൺസ്. ഇതുപോലെ ഹോണസ്റ്റും കൈൻഡും റെസ്പോൺസിബിളും അല്ലേ, എന്ന് വെച്ചാൽ സത്യസന്ധരും ദയുള്ളവരും അതുപോലെ ഉത്തരവാദിത്തമുള്ള പൗരന്മാരൊക്കെയായി ആ ഒരു സ്വപ്നം, ആ ഒരു നെഹ്റുവിൻ്റെ സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിലും നമ്മുടെ തലമുറയ്ക്കും ഒരു പങ്ക് വഹിക്കാനുണ്ടെന്ന് അത് എന്നെ ബോധ്യപ്പെടുത്തി. I want to follow this and I hope you will join me.
എനിക്ക് അത് ഫോളോ ചെയ്യണം എന്നുണ്ട് അല്ലേ നെഹ്റുവിൻ്റെ കാഴ്ചപ്പാട്. ദെൻ നീയും എൻ്റെ കൂടെ ജോയിൻ ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ടുഗദർ വി ക്യാൻ ബ്രിങ് സ്മോൾ ചേഞ്ചസ് ത്രൂ കൈൻഡ്നസ് ആൻഡ് ഹാർഡ് വർക്ക്. നമുക്ക് ഒരുമിച്ച് എന്താ കൈൻഡ്നസ്സോടെയും അതുപോലെ എന്താ ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടും നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഒരുമിച്ച് ചെറിയ മാറ്റങ്ങളൊക്കെ കൊണ്ടുവരാം. ലെറ്റ് us try to be responsible students and good citizens. നമുക്ക് നല്ല ഉത്തരവാദിത്തമുള്ള വിദ്യാർത്ഥികളും അതുപോലെ തന്നെ നല്ല പൗരന്മാരുമാകാൻ ട്രൈ ചെയ്യാം എന്നും പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് അല്ലേ. യുവേഴ്സ് ലവിങ്ലി അമൽ എന്ന് എഴുതിയിട്ടുണ്ട്, സ്നേഹത്തോടെ അമൽ. അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ ലെറ്റർ എഴുതുന്നത് അല്ലേ. ദ നെക്സ്റ്റ് ഡേ ആക്ടിവിറ്റി 2 ആണ്. മിസ്സിസ് ജോൺസ് വാസ് എക്സ്ട്രീംലി ഹാപ്പി ദാറ്റ് ഷി കുഡ് ഗൈഡ് എ യങ് ലാഡ് ലൈക്ക് റോജർ ഓൺ ദി റൈറ്റ് പാത്ത്. മിസ്സിസ് ജോൺസ് ഭയങ്കര ഹാപ്പി ആയിരുന്നു അല്ലേ. എന്തിനായിരുന്നു? റോജറിനെ പോലെയുള്ള ഒരു കുട്ടിയെ ശരിയായ പാതയിലേക്ക് നയിക്കാൻ അവരെ കൊണ്ട് പറ്റിയില്ലേ. ആ ഒരു കാര്യത്തിൽ അവർ ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഷി ഷെയർസ് ഹെർ എക്സ്പീരിയൻസ് വിത്ത് വൺ ഓഫ് ഹെർ ഫ്രണ്ട്സ് ത്രൂ ആൻ ഇമെയിൽ. അവരെന്ത് ചെയ്യാണ്, ആ ഒരു എക്സ്പീരിയൻസ് അല്ലേ, അവരുടെ ആ ഒരു എക്സ്പീരിയൻസ് അവരുടെ ഒരു ഫ്രണ്ടിന് ഇമെയിൽ വഴി എഴുതി അയക്കുകയാണ് എന്ന് വിചാരിക്കാം. റൈറ്റ് ദി ഇമെയിൽ, ആ ഒരു ഇമെയിലാണ് നിങ്ങളിവിടെ എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. സോ എങ്ങനെ എഴുതാം? ഇമെയിൽ എഴുതുമ്പോൾ നമ്മൾ ഇമെയിൽ ID ആണ് കൊടുക്കേണ്ടത് അല്ലേ. അപ്പോൾ ആർക്കാണ് എഴുതുന്നത്? ടു shirley@gmail.com. ദെൻ ഫ്രം എവിടെ നാം mrsjones@gmail.com അല്ലേ. ദെൻ സബ്ജക്റ്റ് കൊടുക്കാം. എന്താ സബ്ജക്റ്റ്? ആൻ അൺഫോർഗറ്റബിൾ എക്സ്പീരിയൻസ് അല്ലേ, മറക്കാനാകാത്ത ഒരു അനുഭവം. ദെൻ ഡിയർ ഷേർലി എന്ന് എഴുതിയിട്ടുണ്ട്. ദെൻ ബാക്കി കാര്യങ്ങൾ എഴുതാം അല്ലേ. ഐ ഹോപ്പ് യു ആർ ഡൂയിങ് വെൽ. നന്നായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. ഐ വാണ്ടഡ് ടു ഷെയർ വിത്ത് യു ആൻ എക്സ്പീരിയൻസ് ദാറ്റ് ട്രൂലി ടച്ച്ഡ് മൈ ഹേർട്ട്. എൻ്റെ ഹൃദയത്തെ സ്പർശിച്ച ഒരു എക്സ്പീരിയൻസ്, ഒരു അനുഭവത്തെക്കുറിച്ച് നിന്നോട് പറയാനായിട്ടാണ് ഞാൻ ഇത് എഴുതുന്നത് അല്ലേ. ദെൻ ലാസ്റ്റ് നൈറ്റ് എ യങ് ബോയ് നെയ്മഡ് റോജർ ട്രൈ ടു സ്നാച്ച് മൈ പേഴ്സ് ഓൺ ദി സ്ട്രീറ്റ്. ലാസ്റ്റ് നൈറ്റിൽ ഒരു യങ് ബോയ് ആയിട്ടുള്ള റോജർ എന്ത് ചെയ്തു? എൻ്റെ പേഴ്സ് സ്ട്രീറ്റിൽ നിന്ന് തട്ടിയെടുക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. ഇൻസ്റ്റെഡ് ഓഫ് ഹാൻഡിങ് ഹിം ഓവർ ടു ദ പോലീസ് ഐ ചൂസ് ടു ടേക്ക് ഹിം ഹോം. പോലീസിന് അവനെ കൈമാറുന്നതിന് പകരം ഞാൻ അവനെ വീട്ടിലേക്ക് കൊണ്ടുവന്നു. ഐ ഗാവ് ഹിം ഫുഡ്, സ്പോക്ക് ടു ഹിം കൈൻഡ്ലി ആൻഡ് ട്രീറ്റഡ് ഹിം വിത്ത് ട്രസ്റ്റ്. ഞാൻ അവന് ഫുഡ് കൊടുത്തു, അവനോട് ദയോട് സംസാരിച്ചു, അതുപോലെ അവനെ നന്നായി ട്രീറ്റ് ചെയ്യുകയും ചെയ്തു. I could see the change in his eyes when he realized that I was not angry but wanted to help him. എനിക്ക് അവനോട് ദേഷ്യമൊന്നുമില്ല, ഞാൻ അവനെ ഹെൽപ്പ് ചെയ്യാണ് ചെയ്യുന്നത് എന്നുള്ള ആ ഒരു റിയലൈസേഷൻ അത് അവന് തിരിച്ചറിഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. ആ ഒരു ചേഞ്ച് എനിക്ക് അവൻ്റെ കണ്ണുകളിൽ കാണാൻ പറ്റിയിരുന്നു. ബിഫോർ ലീവിങ് ഐ even gave him money to buy shoes. തിരിച്ചു പോകുന്നതിന് മുന്നേ ആയിട്ട് അവന് ഷൂ വാങ്ങാനുള്ള ക്യാഷ് പോലും ഞാൻ അവന് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഐ ബിലീവ് ദാറ്റ് സ്മോൾ ആക്ട്സ് ഓഫ് കമ്പാഷൻ ക്യാൻ ട്രാൻസ്ഫോം ലിവ്സ്. ഞാൻ വിശ്വസിക്കുന്നുണ്ട് എന്താ, നമ്മൾ കരുണയോടെ കാണിക്കുന്ന ചില പ്രവൃത്തികൾക്ക് പലരുടെയും ജീവിതത്തെ മാറ്റാനായിട്ട് സാധിക്കുമെന്ന്. ഐ ഫീൽ സോ ഹാപ്പി ദാറ്റ് ഐ കുഡ് ഗൈഡ് ഹിം ഓൺ ടു ദ റൈറ്റ് പാത്ത്. അതുപോലെ തന്നെ എനിക്കൊരുപാട് സന്തോഷമുണ്ട് അവനെ നല്ല വഴിയിലേക്ക് ഗൈഡ് ചെയ്യാൻ എന്നെക്കൊണ്ട് സാധിച്ചതിൽ. ദെൻ വാം റിഗാർഡ്സ് മിസ്സിസ് ജോൺസ് എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് അല്ലേ. ബി ക്വസ്റ്റ്യൻ ആഫ്റ്റർ ദ ഇൻസിഡൻറ്റ് റോജർ റിയലൈസ്ഡ് ഹിസ് മിസ്റ്റേക്ക് ആൻഡ് വോഡ് ദാറ്റ് ഹി വുഡ് നെവർ റിപ്പീറ്റ് സച്ച് എ ഡീഡ് എവർ എഗെയിൻ. ആ ഒരു ഇൻസിഡൻറ്റിന് ശേഷം റോജർ തിരിച്ചറിയാണല്ലേ അവൻ ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക്, അവൻ്റെ ഭാഗത്തുള്ള തെറ്റൊക്കെ അവന് തിരിച്ചറിയുന്നുണ്ട്. അതുപോലെ ഇനി ഒരിക്കലും അവനെ അതുപോലെയുള്ള ഒരു തെറ്റ് ഇനി ഒരിക്കലും ചെയ്യില്ലെന്നും കൂടി അവന് ഉറപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഹി ഡിസൈഡഡ് ടു റൈറ്റ് ഡൗൺ ഹിസ് തോട്ട്സ്. അവൻ്റെ ചിന്തകൾ അവന് എഴുതാനായിട്ട് തീരുമാനിച്ചു. റൈറ്റ് ദ തോട്ട്സ് ഹി വുഡ് നോട്ട് ഡൗൺ. അവൻ എഴുതിയിട്ടുണ്ടാവുന്ന ആ ഒരു തോട്ട്സ്, അവൻ്റെ ചിന്തകൾ എന്തൊക്കെയായിരിക്കും എന്നാണ് ചോദിക്കുന്നത്. ഐ ക്യാൻ സ്റ്റോപ്പ് തിങ്കിങ് അബൌട്ട് വാട്ട് ഹാപ്പൻ ടു നൈറ്റ്. രാത്രി എന്താ സംഭവിച്ചത് എന്നുള്ളത് എനിക്ക് ആ ഒരു കാര്യത്തെ ചിന്തിക്കാതിരിക്കാൻ എന്നെക്കൊണ്ട് പറ്റുന്നില്ല. വെൻ ഐ ഫസ്റ്റ് tried to steal Mrs. Jones' purse, I thought it was the easiest way to get what I wanted. ഞാൻ മിസ്സിസ് ജോൺസിൻ്റെ പേഴ്സ് തട്ടിയെടുക്കാൻ ശ്രമിച്ച സമയത്ത് ഞാൻ ചിന്തിച്ചത് എനിക്ക് വേണ്ടത് എത്ര ഈസി ആയിട്ട് നമുക്ക് നേടിയെടുക്കാം എന്നുള്ള കാര്യമാണ് അല്ലേ. എനിക്ക് ഷൂ വേണമായിരുന്നു, അപ്പോൾ അത് എത്ര ഈസി ആയിട്ട് അത് വാങ്ങാൻ വേണ്ടിയിട്ടാണ് ഞാൻ അത് മോഷ്ടിക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടായിരുന്നത്. ബട്ട് ഇൻസ്റ്റെഡ് ഓഫ് പണിഷിങ് മീ ഷി ഷോഡ് മീ കൈൻഡ്നസ്. അതിന് എന്നെ പണിഷ് ചെയ്യുന്നതിന് പകരം എന്നോട് ദയോടെ പെരുമാറുക ചെയ്തത്. ഷി ട്രസ്റ്റഡ് മീ. അവരെന്നെ വിശ്വസിച്ചു. ട്രീറ്റഡ് മീ വിത്ത് റെസ്പെക്റ്റോടെ എന്നെ ട്രീറ്റ് ചെയ്തു. ആൻഡ് എവൻ ഗാവ് മീ ഫുഡ് ആൻഡ് മണി. അതുപോലെ എനിക്ക് ഫുഡും
പണവും ഒക്കെ തന്നു. നോ വൺ ഹാസ് എവർ ഷോൺ മീ സച്ച് കെയർ ബിഫോർ. ഇതിനു മുന്നേ ആരും എന്നോട് ആ രീതിയിലുള്ള കെയർ ഒന്നും കാണിച്ചിട്ടില്ല. ഹെർ കമ്പാഷൻ ഹാസ് ഓപ്പൺഡ് മൈ ഐസ്. അവരുടെ അനുകമ്പ അല്ലെങ്കിൽ ആ ഒരു കരുണ എൻ്റെ കണ്ണ് തുറപ്പിച്ചു. ഐ ഫീൽ അഷെയിംഡ് ഓഫ് വാട്ട് ഐ ഡിഡ്. ഞാൻ എന്താ ചെയ്തിട്ടുണ്ടായിരുന്നേ എന്ന് ആലോചിച്ചിട്ട് എനിക്ക് എന്നെ നാണക്കേട് തോന്നി. ആൻഡ് ഐ നോ ഐ വിൽ നെവർ റിപ്പീറ്റ് സച്ച് എ മിസ്റ്റേക്ക് അഗെയിൻ. അതുപോലെ എനിക്കറിയാം ഇനി ഒരിക്കലും ഞാൻ അങ്ങനെയുള്ള ഒരു മിസ്റ്റേക്ക് റിപ്പീറ്റ് ചെയ്യില്ല എന്ന്. ഫ്രം നൗ ഓൺ ഐ വാണ്ട് ടു ലിവ് ഹോണസ്റ്റ്ലി ആൻഡ് വർക്ക് ഹാർഡ് ടു ഏൺ വാട്ട് ഐ നീഡ്. ഇന്നു മുതൽ അല്ലെങ്കിൽ ഇപ്പോൾ മുതൽ എനിക്ക് ഹോണസ്റ്റായിട്ടില്ലേ, സത്യസന്ധനായിട്ട് ജീവിക്കണം. അതുപോലെ എന്താണ്, എനിക്ക് വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങിക്കാനായിട്ട് ഞാൻ തന്നെ ഹാർഡ് വർക്ക് ചെയ്ത് സമ്പാദിക്കും. മിസ്സിസ് ജോൺസ് ഹാസ് നോട്ട് ഓൺലി ഹെൽപ്ഡ് മീ ദാറ്റ് ഈവനിങ് ബട്ട് ഹാസ് ഓൾസോ ഗിവൺ മീ എ ന്യൂ ഡയറക്ഷൻ ഇൻ ലൈഫ്. മിസ്സസ് ജോൺസ് എന്നെ ആ ഒരു വൈകുന്നേരത്തിൽ ആ ഒരു ദിവസം മാത്രമല്ല ഹെൽപ്പ് ചെയ്തിട്ടുള്ളത്, അവർ എനിക്ക് ജീവിതത്തിലേക്കുള്ള ഒരു പുതിയ വഴിത്തിരിവ് തന്നെയാണ് അന്ന് എനിക്ക് കാണിച്ചു തന്നിട്ടുള്ളത്. ദെൻ ഇതൊക്കെ ആയിരിക്കും എന്താണ് ചിന്തിച്ചിട്ടുണ്ടാവും അല്ലേ. ദെൻ നെക്സ്റ്റ് ആക്ടിവിറ്റി 1, റീഡ് ദ ഫോളോയിങ് എക്സെപ്റ്റ് ഫ്രം ദി സ്പീച്ച്. സ്പീച്ചിൽ നിന്നുള്ള ഒരു ഭാഗമാണ് ഇവിടെ തന്നിട്ടില്ലേ. അപ്പോൾ എന്താ നോക്കാം. Through good fortune and ill alike, she has never lost sight of that quest or forgotten the ideals which gave her strength. We end today a period of misfortunes and India discovers herself again. അപ്പോൾ സ്പീച്ചിലുള്ള ഒരു ഭാഗമാണല്ലേ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. Then now observe the words highlighted in the above passage. What differences do you notice in the two words? അപ്പോൾ ഇവിടെ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ള 2 വേർഡ്സ് ഉണ്ട്. ഏതൊക്കെയാണ്? ഒന്ന് ഫോർച്യൂണും മറ്റേത് മിസ് ഫോർച്യൂണും. അപ്പോൾ ഈ വേർഡ്സിൻ്റെ പ്രത്യേകതയാണ് നമുക്കിവിടെ പഠിക്കാനുള്ളത്. അപ്പോൾ ഇവിടെ എന്ത് ഡിഫറൻസ് ആണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്? ഫോർച്യൂൺ എന്ന് പറയുമ്പോൾ അതിൻ്റെ മീനിങ് വരുന്നത് എന്താണ്? ഭാഗ്യം അല്ലെങ്കിൽ ലക്ക് അല്ലേ, നമ്മുടെ ഗുഡ് ലക്ക്, നല്ല ഭാഗ്യം എന്നുള്ള ഒരു മീനിങ് ആണ് വരുന്നത്. നേരെ മറിച്ച് ഇവിടെ മിസ് ഫോർച്യൂൺ ആകുമ്പോൾ, ഈ ഫോർച്യൂൺ എന്നതിന് മുന്നേ മിസ് ആഡ് ചെയ്ത് മിസ് ഫോർച്യൂൺ ആകുമ്പോൾ അവിടെ എന്താണ്? ഓപ്പോസിറ്റ് മീനിങ് ആണ് വരുന്നത് അല്ലേ. ലക്ക് എന്നതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ബാഡ് ലക്ക് എന്ന് പറയുന്ന മീനിങ് ആണ് നമ്മൾ മിസ് ഫോർച്യൂൺ വരുന്നത്. അപ്പോൾ അതാണ് ഇവിടെ വരുന്ന ഒരു ഡിഫറൻസ്. ദ പ്രിഫിക്സ് മിസ് ചേഞ്ചസ് ദ മീനിങ് ടു ദ ഓപ്പോസിറ്റ്. ഫോർച്യൂൺ മീൻസ് ഗുഡ് ലക്ക് വൈൽ മിസ് ഫോർച്യൂൺ മീൻസ് ബാഡ് ലക്ക്. പ്രിഫിക്സ് ആയിട്ടുള്ള മിസ് എന്ന് പറയുന്ന ഒരു വേർഡ് അല്ലേ, അത് ഈ ഒരു വേർഡിൻ്റെ, ഫോർച്യൂൺ എന്ന് പറയുന്ന വേർഡിൻ്റെ മീനിങ്ങിനെ തന്നെ മാറ്റിമറിക്കുന്നുണ്ട് അല്ലേ. ഓപ്പോസിറ്റ് മീനിങ് ആണ് അവിടെ കൊണ്ടുവരുന്നത് അല്ലേ. ഫോർച്യൂൺ എന്ന് പറയുന്നത് ഗുഡ് ലക്ക് ആണെങ്കിൽ മിസ് ഫോർച്യൂൺ എന്ന് പറയുന്നത് ബാഡ് ലക്ക് എന്ന മീനിങ്ങാണ് വരുന്നത്. ഓക്കെ. ദെൻ വാട്ട് ഈസ് ദ എഫക്റ്റ് ഓഫ് ദ പ്രിഫിക്സ് മിസ്? മിസ് എന്ന് പറയുന്ന ആ ഒരു പ്രിഫിക്സിൻ്റെ എഫക്റ്റ് എന്താണെന്ന് ചോദിക്കുന്നത്. എന്താണ്? നെഗറ്റീവ് മീനിങ് അല്ലെങ്കിൽ ഓപ്പോസിറ്റീവ് മീനിങ് ആണ് ആ ഒരു പ്രിഫിക്സ് നമുക്ക് നൽകുന്നത് അല്ലേ. ഡസ് ഇറ്റ് ക്രിയേറ്റ് എ വേർഡ് വിത്ത് ദ ഓപ്പോസിറ്റ് മീനിങ്? ആ ഒരു ഓപ്പോസിറ്റ് മീനിങ് ഉള്ള വേർഡാണോ മിസ് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതെന്ന് ചോദിക്കുന്നത്. അപ്പോൾ എന്താണ്? എസ് എന്ന് എഴുതാം. ഉള്ള നെഗറ്റീവ് മീനിങ് വരുന്ന അല്ലെങ്കിൽ ഈ ഓപ്പോസിറ്റ് മീനിങ് വരുന്ന വാക്കുകളെ, ഇതുപോലെ മിസ് ഫോർച്യൂൺ പോലെയുള്ള വാക്കുകളെ നമ്മൾ എന്താ പറയുന്നത്? ആൻറ്റോണിംസ് എന്നാണ് പറയുന്നത്. ആൻറ്റോണിംസ് ആർ വേർഡ്സ് ദാറ്റ് ആർ ഓപ്പോസിറ്റ് ഇൻ മീനിങ്. മീനിങ്ങിൽ ഓപ്പോസിറ്റ് മീനിങ് വരുന്ന ഇതുപോലെയുള്ള വാക്കുകളെ നമ്മൾ ആൻറ്റോണിംസ് എന്നാണ് പറയുക. They can be created using prefixes like miss, dis, and im and in. ഇതുപോലെ നെഗറ്റീവ് മീനിങ് വരുന്ന ഈ ആൻറ്റോണിംസ് ഒക്കെ നമുക്ക് ക്രിയേറ്റ് ചെയ്യുന്നത് എന്തൊക്കെ പ്രിഫിക്സ് യൂസ് ചെയ്തിട്ടാണ്? ഓരോ വേർഡിൻ്റെയും മുന്നേ ചേർക്കുന്ന വാക്കുകളെ നമ്മൾ പ്രിഫിക്സ് എന്ന് പറയാം അല്ലേ. ഇപ്പോൾ പ്രിഫിക്സ് ഏതൊക്കെയാണ്? മിസ്, ഡിസ്, അണ്, ഇം, അതുപോലെ ഇന്ന്. ഈ പ്രിഫിക്സുകളൊക്കെയാണ് നമ്മൾ ഇതുപോലെയുള്ള നെഗറ്റീവ് മീനിങ് വരുന്ന വാക്കുകൾക്ക് മുന്നിൽ യൂസ് ചെയ്യുക. Now try to write the antonyms of the following words using suitable prefixes. അങ്ങനെയാണെങ്കിൽ താഴെ കുറച്ച് വേർഡ്സ് തന്നിട്ടുണ്ടല്ലേ ഈ ഒരു ടേബിളിൽ. അപ്പോൾ എന്ത് ചെയ്യുക? ഈ ടേബിളിൽ വരുന്ന ഓരോ വേർഡിനെയും അതിൻ്റെ ആൻറ്റോണിംസ് എഴുതാനാണ് പറയുന്നത് അല്ലേ. അതിൻ്റെ ഈ ഓരോ വേർഡിൻ്റെയും നെഗറ്റീവ് മീനിങ് വരുന്ന വേർഡ്. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഏതൊക്കെ പ്രിഫിക്സ് യൂസ് ചെയ്യാൻ നമ്മൾ മുന്നേ പറഞ്ഞു അല്ലേ. ഇന്ന്, അണ്, മിസ്, ഡിസ് ഇതൊക്കെ യൂസ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിലേതാണോ ഇതിന് കറക്റ്റായിട്ട് വരുന്നത് നോക്കിയിട്ട് നിങ്ങളോട് എഴുതാനാണ് പറഞ്ഞിട്ടില്ലേ. അപ്പോൾ ഇവിടെ ഏതൊക്കെ എഴുതാം? ഫസ്റ്റ് വരുന്ന വേർഡ് ഈക്വാലിറ്റി ആണ് അല്ലേ. ഈക്വാലിറ്റി എന്ന് വെച്ചാൽ എന്താ? തുല്യത അല്ലേ. അപ്പോൾ അതിന് ഓപ്പോസിറ്റ് മീനിങ് വരുന്നത് ആൻറ്റോണിമായിട്ട് വരുമ്പോൾ ഏതാ വരാം? ഇനീക്വാലിറ്റി എന്നാ പറയുക അല്ലേ. നെക്സ്റ്റ് അപ്പിയർ എന്ന വേർഡാണ് തന്നിട്ടില്ലേ. അപ്പിയർ എന്ന് വെച്ചാൽ പ്രത്യക്ഷപ്പെടുക. അപ്പോൾ ഡിസപ്പിയർ എന്ന് വെച്ചാൽ അപ്രത്യക്ഷമാവും അല്ലേ. ദെൻ നെക്സ്റ്റ് പോസിബിൾ ആണ് വരുന്നത്. പോസിബിൾ എന്ന് വെച്ചാൽ സാധ്യമാണ്. ദെൻ അതിൻ്റെ ഓപ്പോസിറ്റ് അല്ലെങ്കിൽ ആൻറ്റോണിയം വരുമ്പോൾ ഇംപോസിബിൾ, സാധ്യമല്ല എന്നുള്ളത് അല്ലേ. ദെൻ നെക്സ്റ്റ് കൈൻഡ്, നല്ല കൈൻഡ് ആയിട്ടുള്ള ഒരു വ്യക്തി എന്നൊക്കെ പറയില്ലേ. ദെൻ നെക്സ്റ്റ് അതിൻ്റെ ഓപ്പോസിറ്റ് മീനിങ് വരുമ്പോൾ
അൺകൈൻഡ് ആണ് വരാം. ഓക്കെ, ദെൻ നെക്സ്റ്റ് അണ്ടർസ്റ്റാൻഡ് ആണ്, മനസ്സിലാക്കുക. ദെൻ എന്താ മിസ്അണ്ടർസ്റ്റാൻഡ് എന്ന് വെച്ചാൽ എന്താ തെറ്റിദ്ധരിക്കുക അല്ലേ. നെക്സ്റ്റ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് വിത്ത് സ്യൂട്ടബിൾ വേർഡ്സ് ഓർ ദെയർ ആൻറ്റോണിംസ് ഫ്രം ദി ടേബിൾ എബോ. ഇവിടെ താഴെ തന്നിരിക്കുന്ന സെൻറ്റൻസുകളിൽ ചിലയിടത്ത് നമുക്ക് ആൻറ്റോണിംസ് ആണ് ചേർക്കാനുള്ളത്, ചിലയിടത്ത് എന്താ വേർഡ്സ് ആണ് ചേർക്കാനുള്ളത്. അത് ഏതാണോ എന്ന് നോക്കിയിട്ട് ഫില്ല് ചെയ്യാനാണ് പറഞ്ഞിട്ടില്ലേ. അപ്പോൾ നമുക്ക് നോക്കാം ഏതാണ്. ഫസ്റ്റ് തന്നിരിക്കുന്നത് വി ഷുഡ് ബി കൈൻഡ് ടു അവർ ഫെല്ലോ ബീയിങ്സ്. നമ്മൾ എന്ത് ചെയ്യണം, ബാക്കിയുള്ള ആളുകളുമായിട്ട് നമ്മൾ എങ്ങനെ പെരുമാറണം എന്നാണ് പറയുന്നത്, ദയോടെയാണ് പെരുമാറേണ്ടത്, അല്ലാതെ എന്തുകൊണ്ടെല്ലാം അൺകൈൻഡ് ആയിട്ടല്ല എന്നാണ് അവിടെ ഫില്ല് ചെയ്യാനുള്ളത് അല്ലേ. നമ്മൾ ദയയില്ലാതെ അല്ല പെരുമാറേണ്ടത്, ദയോടെയാണ് പെരുമാറേണ്ടത് എന്നാണ് അല്ലേ. അപ്പോൾ അൺകൈൻഡ് ആണ് അവിടെ ഫില്ല് ചെയ്യുന്നത്. ദെൻ സെക്കൻഡ് വരുന്നത് നത്തിങ് ഈസ് ഇമ്പോസിബിൾ ഇഫ് യു ഡിസൈഡ് ടു മേക്ക് ഇറ്റ് ഡാഷ്. അപ്പോൾ അവിടെ എന്താ പറയുക, പോസിബിൾ ആണ് വരാം. ഒന്നും എന്താണ് ഇമ്പോസിബിൾ അല്ല, എന്താ നടക്കാത്ത കാര്യമല്ല അല്ലേ, സാധ്യമാവാത്ത കാര്യമല്ല. നിങ്ങൾ അത് പോസിബിൾ ആണെന്ന് നിങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ അത് എന്താ, അത് നടക്കാത്തൊരു കാര്യമല്ല എന്നാണ് പറയുന്നത്. ഓക്കെ, ദ നെക്സ്റ്റ് വരുന്നത് ഇൻഇക്വാലിറ്റി ക്യാൻ നെവർ ബി ജസ്റ്റിഫൈഡ് ബിക്കോസ് ഡാഷ്, അല്ലെങ്കിൽ ഈക്വാലിറ്റി ഈസ് ദ ബർത്ത് റൈറ്റ് ഓഫ് ഓൾ ഹ്യൂമൻ ബീയിങ്സ്. ഇൻഇക്വാലിറ്റി എന്ന് പറയുന്നത് അല്ലേ, അസമത്വം നമുക്കൊരിക്കലും ന്യായീകരിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല. ബിക്കോസ് എന്താണ്, ഈക്വാലിറ്റി എന്ന് പറയുന്നത് എന്താ മനുഷ്യരുടെ ജന്മാവകാശമാണ്. നെക്സ്റ്റ് ആക്ടിവിറ്റി 1, ഹിയർ ഈസ് എ ഷോർട്ട് റിവ്യൂ ഓഫ് ദ സ്റ്റോറി താങ്ക് യു മാം. താങ്ക് യു മാം എന്ന് പറയുന്ന സ്റ്റോറിയുടെ ഒരു ഷോർട്ട് റിവ്യൂ ആണ് ഇവിടെ തന്നിട്ടുള്ളത്, വായിച്ചു നോക്കാം. ഐ ഹാവ് റീഡ് ദ സ്റ്റോറി താങ്ക് യു മാം in which the kindness of the woman Mrs. Luella Bates, Washington Jones, teaches the young boy Roger a valuable lesson when he tried to snatch her pocketbook. She took the boy home, fed him lima beans and ham, and even gave him money to buy a pair of blue suede shoes. Her job in the beauty shop paid her enough to help many others like Roger. She always felt that children from poor families needed support. ഇനി ലിസ്റ്റ് ദ വേർഡ്സ് ഹൈലൈറ്റഡ് ഇൻ ദ റിവ്യൂ. ഈ ഒരു റിവ്യൂവിൽ കുറേ വേർഡ്സ് ഹൈലൈറ്റ് ചെയ്ത് തന്നിട്ടുണ്ട് അല്ലേ, കുറച്ച് ഡാർക്കായിട്ട് എഴുതി തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ ആ വേർഡ്സ് ഏതൊക്കെയാണെന്ന് എടുത്ത് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഏതൊക്കെയാണ് വരുന്നത്, സ്റ്റോറി, മാം, വുമൺ, മിസ്സിസ് ലുവല്ല ബേറ്റ്സ്, വാഷിങ്ടൺ ജോൺസ്, റോജർ, ലെസൺ, പോക്കറ്റ് ബുക്ക്, ബോയ്, ലൈമ ബീൻസ്, ഹാം, മണി, പെയർ, ഷൂസ്, ജോബ്, ബ്യൂട്ടി ഷോപ്പ്, ഫാമിലീസ്. ഇതൊക്കെയാണ് അല്ലേ. ദെൻ വാട്ട് ഈസ് സ്പെഷ്യൽ അബൌട്ട് ദ വേർഡ്സ് ലിസ്റ്റഡ്. നമ്മൾ ഈ ലിസ്റ്റ് ചെയ്ത ഈ വാക്കുകളുണ്ടല്ലോ, അതിനൊക്കെ എന്താണ് സ്പെഷ്യൽ എന്നാണ് ചോദിക്കുന്നത് അല്ലേ. എന്തെങ്കിലും ഒരു സ്പെഷ്യാലിറ്റി ഉണ്ടോ ഈ വാക്കുകൾക്ക് എന്നാണ് ചോദിക്കുന്നത്. യെസ് ഉണ്ട് അല്ലേ. എന്താണ്, ദേ ആർ നെയിമിങ് വേർഡ്സ് ഓർ നൗൺസ്. ഈ വാക്കുകളെയൊക്കെ നമ്മൾ എന്താ പറയുക, നെയിമിങ് വേർഡ്സ് എന്നാണ് പറയുക, അല്ലെങ്കിൽ നൗൺ എന്നാണ് നമ്മൾ പറയുന്നത് അല്ലേ. ഇതൊക്കെ എന്താണ്, എന്തെങ്കിലും ഒരു സാധനത്തെ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വസ്തുവിനെയൊക്കെ പറയുന്ന അല്ലെങ്കിൽ അതുപോലെയുള്ള ഒരു നെയിമിങ് വേർഡാണ് ഈ തന്നിരിക്കുന്നത് അല്ലേ. അപ്പോൾ ദ ലിസ്റ്റഡ് വേർഡ്സ് ആർ നൗൺസ്. ഈ ലിസ്റ്റ് ചെയ്ത വാക്കുകളൊക്കെ എന്താണെന്ന് പറയുന്നത് നൗൺസ് ആണ്. എ നൗൺ ഡിനോട്ട്സ് എ പേഴ്സൺ, പ്ലേസ്, തിങ്, അനിമൽ ഓർ ഐഡിയ. നൗൺ എന്ന് പറയുന്നത് അതെന്താണ്, ചിലപ്പോൾ ഒരു വ്യക്തി ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു പ്ലേസ് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു വസ്തു ആയിരിക്കാം, ഒരു അനിമൽ ആയിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഐഡിയ ആയിരിക്കാം അല്ലേ. ദർ ആർ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് നൗൺസ് സച്ച് ആസ് പ്രോപ്പർ നൗൺസ്, കോമൺ നൗൺസ്, കളക്റ്റീവ് നൗൺസ് ആൻഡ് അബ്സ്ട്രാക്ട് നൗൺസ്. എന്താ നൗൺസ് എന്ന് പറയുന്നത് ഡിഫറെൻറ്റ് ടൈപ്സ് ആണ് അല്ലേ. ഏതൊക്കെയാണ്, പ്രോപ്പർ നൗൺസ് ഉണ്ട്, കോമൺ നൗൺസ് ഉണ്ട്, കളക്റ്റീവ് നൗൺസ് ഉണ്ട്, അതുപോലെ അബ്സ്ട്രാക്ട് നൗൺസും ഉണ്ട്. ദെൻ ക്ലാസിഫൈ ദ നൗൺസ് ഇൻ ദ റിവ്യൂ ആസ് പ്രോപ്പർ, കോമൺ, കളക്റ്റീവ് ഓർ അബ്സ്ട്രാക്ട് ആൻഡ് ഫിൽ ഇൻ ദ ടേബിൾ വൺ ഹാസ് ബീൻ ഡൺ ഫോർ യു. ഇനി ഇവിടെ നമ്മളിപ്പോൾ ഈ ഒരു റിവ്യൂവിൽ നിന്ന് ഒരുപാട് നൗൺസ് കണ്ടുപിടിച്ചല്ലോ അല്ലേ. ആ നൗൺസിൽ എന്താ പ്രോപ്പർ നൗൺ ഏതാണ്, കോമൺ നൗൺ ഏതാണ്, കളക്റ്റീവ് നൗൺ ഏതാണ്, അബ്സ്ട്രാക്ട് നൗൺ ഏതാണ് തരംതിരിക്കാനാണ് പറഞ്ഞിട്ടില്ലേ. ഇവിടെ പ്രോപ്പർ നൗൺ എന്ന് പറയുമ്പോൾ എന്താണ്, അത് നമ്മൾ എന്തെങ്കിലും ഒരു വസ്തുവിൻ്റെ അല്ലെങ്കിൽ ഒരു സ്ഥലത്തിൻ്റെ അല്ലെങ്കിൽ എന്താ ആളുകളുടെയൊക്കെ പ്രോപ്പറായിട്ടുള്ള കറക്റ്റ് ആയിട്ടുള്ള അവരുടെ പേരൊക്കെ തരൂലേ. അപ്പോൾ അതിനെയൊക്കെയാണ് നമ്മൾ പ്രോപ്പർ നൗൺസിൽ ഉൾപ്പെടുത്തുക. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇവിടെ തന്നെ എന്താ റോജർ എന്ന് പറഞ്ഞിട്ടുണ്ട്, മിസ്സിസ് ലുവല്ല ബേറ്റ്സ്, വാഷിങ്ടൺ ജോൺസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ദെൻ അതുപോലെ നമ്മൾ എന്താ പ്ലേസ്, സ്ഥലങ്ങളുടെ പേരെടുക്കുകയാണെങ്കിൽ കേരള, ദെൻ മലപ്പുറം, അങ്ങനെയൊക്കെ എന്താ എക്സാക്റ്റ് ആയിട്ട് ആ ഒരു സ്ഥലത്തിൻ്റെ അല്ലെങ്കിൽ ആ വസ്തുവിൻ്റെയൊക്കെ പേരുകൾ കറക്റ്റായിട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ അതിനെയൊക്കെയാണ് നമ്മൾ പ്രോപ്പർ നൗൺസ് എന്ന് പറയാം. ദെൻ നെക്സ്റ്റ് വരുന്നത് കോമൺ നൗൺസ് ആണ് അല്ലേ. കോമൺ നൗൺസ് എന്ന് വെച്ചാൽ നമ്മൾ ആളുകളുടെ, സ്ഥലത്തിൻ്റെ, വസ്തുക്കളുടെയൊക്കെ പേരിന് നമ്മൾ ജനറലായിട്ട് പറയുമല്ലോ. എന്ന് വെച്ചാൽ നമ്മൾ എന്താ
ആളുകൾക്ക് നമ്മൾ പല രീതിയിൽ പറയും അല്ലേ. ബോയ് എന്ന് പറയും, ഗേൾ എന്ന് പറയും, ദെൻ സ്റ്റുഡൻറ്റ് എന്ന് പറയും, ദെൻ അതുപോലെ വുമൺ എന്ന് പറയും, മെൻ എന്ന് പറയും, അങ്ങനെയൊക്കെ പറയില്ലേ. അപ്പോൾ അതുപോലെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കോമൺ നൗണിൽ ഉൾപ്പെടുത്തുക. അപ്പോൾ ഇവിടെ ഏതൊക്കെയാണ് കോമൺ നൗണിൽ വരിക? മാം, സ്റ്റോറി, ഷൂസ്, വുമൺ, ജോബ്, ബോയ്, ഹാം, പോക്കറ്റ് ബുക്ക്, ലൈമ ബീൻസ്, ദെൻ ബ്യൂട്ടി ഷോപ്പ്, ലെസൺ. നെക്സ്റ്റ് കളക്റ്റീവ് നൗൺ എന്ന് പറയുമ്പോൾ അതേതാ വരുന്നത്? അതിൽ എന്തെങ്കിലും ഗ്രൂപ്പായിട്ടുള്ള അല്ലേ, മൃഗങ്ങളുടെ അല്ലെങ്കിൽ ആളുകളുടെയൊക്കെ ഗ്രൂപ്പിനെ, കൂട്ടങ്ങളെയൊക്കെ പറയുന്ന അതുപോലെയുള്ള വാക്കുകളെയാണ് നമ്മൾ കളക്റ്റീവ് നൗൺസിൽ വരിക. അപ്പോൾ ഇവിടെ ഏതാ വരിക? പെയർ വരും, അതുപോലെ ഫാമിലീസ് ഒക്കെ വരും. നെക്സ്റ്റ് അബ്സ്ട്രാക്ട് നൗൺ ആണ്. അതിലെന്താ വരുന്നത്? അതിൽ വരുന്നത് നമുക്ക് കാണാനോ ടച്ച് ചെയ്യാനോ ഒന്നും കഴിയാത്ത തരത്തിലുള്ള പല ഫീലിങ്സ് ഉണ്ട്, അതുപോലെ പല ക്വാളിറ്റീസ് അല്ലേ, ഓരോരുത്തർക്കും ഉണ്ടാകുന്ന സ്വഭാവ സവിശേഷതകൾ. അതൊന്നും നമുക്ക് കാണാൻ കഴിയാത്തത്, തൊടാൻ കഴിയുന്നതോ ആയിട്ടുള്ള കാര്യങ്ങളല്ല. അതൊക്കെ ഓരോ ഫീലിങ്സ് ആണ്, അല്ലെങ്കിൽ ഓരോ ക്വാളിറ്റീസ് ആണ് അല്ലേ, അങ്ങനെയുള്ളതാണ് അതിൽ വരിക. എന്ന് വെച്ചാൽ നമ്മൾ കൈൻഡ്നെസ്, ലവ്, കറേജ്, ധൈര്യം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ, അതൊക്കെയാണ് അതിൽ ഉൾപ്പെടുന്നത്. നെക്സ്റ്റ് ഹിയർ ഈസ് എ പാസേജ് റിട്ടൺ ബൈ എ സ്റ്റുഡൻറ്റ് ഇൻസ്പയർഡ് ബൈ ജവഹർലാൽ നെഹ്റു സ്പീച്ച്, നോട്ട് ദ ഹൈലൈറ്റഡ് വേർഡ്. എന്താണ് ഇവിടെ തന്നിരിക്കുന്നത്? ജവഹർലാൽ നെഹ്റുവിൻ്റെ ആ ഒരു സ്പീച്ച് കേട്ട് ഇൻസ്പയർ ആയിട്ടുള്ള ഒരു കുട്ടി എഴുതിയിട്ടുള്ള ഒരു പാസേജാണ്. അപ്പോൾ അതിൽ ഹൈലൈറ്റ് ചെയ്ത വാക്കുകളാണ് നിങ്ങളോട് ശ്രദ്ധിക്കാൻ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ എന്താ എഴുതിയിട്ടില്ലേ? നെഹ്റൂസ് സ്പീച്ച് ഓൺ ദ മൊമെൻറ്റസ് ഒക്കേഷൻ ഓഫ് Indian independence was indeed an appeal to the people to stand together for the development of our nation. ഇന്ത്യൻ ഇൻഡിപെൻഡൻസിൻ്റെ ആ ഒരു മഹത്തായ അവസരത്തിൽ നെഹ്റു നടത്തിയിട്ടുള്ള ഈ ഒരു സ്പീച്ച് എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ ഡെവലപ്മെൻറ്റിനായി ആളുകളെ ഒരുമിച്ച് നിൽക്കാൻ വേണ്ടിയിട്ട് ആഹ്വാനം ചെയ്യുന്ന തരത്തിലുള്ള ഒരു സ്പീച്ചായിരുന്നു അത്. ദ മൊമെന്റ് ബീയിങ് ഹിസ്റ്റോറിക്കൽ ക്യാൻ നെവർ ബി ഫോർഗോട്ടൻ. ആ ഒരു മൊമെൻറ്റിലെ ആ ചരിത്രപരമായിട്ടുള്ള ആ ഒരു നിമിഷം ഒരിക്കലും മറക്കാൻ കഴിയുന്നതല്ല. സിൻസ് മില്യൺസ് സാക്രിഫൈസ്ഡ് ദെയർ ലിവ്സ് ഫോർ ദ ഫ്രീഡം ഓഫ് ദി കൺട്രി. ലക്ഷക്കണക്കിന് ആളുകൾ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? അവരുടെ ജീവൻ തന്നെ സാക്രിഫൈസ് ചെയ്തിട്ടുണ്ട്. All these sacrifices were quite significant in helping us gain freedom. ഈ ത്യാഗങ്ങളെല്ലാം തന്നെ അല്ലേ, ഈ സാക്രിഫൈസുകളെല്ലാം തന്നെ നമ്മളെ സ്വതന്ത്രം നേടാനായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുള്ള ഒരു കാര്യം തന്നെയായിരുന്നു. സോ ആസ് റെസ്പോൺസിബിൾ സിറ്റിസൺസ് ഓഫ് ഫ്രീ ഇന്ത്യ വി ആർ ബൗണ്ട് ടു അക്നോളജ് ദ എഫേർട്സ് ഓഫ് ഓൾ ഫ്രീഡം ഫൈറ്റേഴ്സ്. ഇന്ത്യയിലെ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഉത്തരവാദിത്തമുള്ള പൗരന്മാരെന്ന നിലയിൽ എല്ലാ സ്വാതന്ത്ര്യ സമര സേനാനികളുടെയും ശ്രമങ്ങളെ അംഗീകരിക്കാനും അതുപോലെ ആൻഡ് പെർഫോം അവർ ഡ്യൂട്ടീസ്, നമ്മുടെ കടമകൾ നിർവഹിക്കാനും, അതുപോലെ ഡെഡിക്കേറ്റിംഗ് അവർ സെൽസ് ടു ദ സർവീസസ് ഓഫ് ദ നേഷൻ, നമ്മുടെ നേഷൻ്റെ, നമ്മുടെ രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ രാഷ്ട്ര സേവനത്തിനായി സ്വയം സമർപ്പിക്കാനും നാം ബാധ്യസ്ഥരാണ്. അപ്പോൾ ഇതാണ് ഇവിടെ തന്നിട്ടുള്ളത് അല്ലേ. തന്നെ ഇതിൽ ഹൈലൈറ്റ് ചെയ്ത വാക്കുകൾ ഏതൊക്കെയാണ്? ആൻഡ് അപ്പീൽ, ദി മൊമെൻറ്റ്, there lives these sacrifices. ഇതൊക്കെയാണ് വരുന്നത്. Now observe the following phrases from the above passage given below and do as illustrated. അപ്പോൾ ഇവിടെ താഴെ ടേബിൾ തന്നിരിക്കുന്നുണ്ടല്ലോ, അതിലെന്താ ആ ഹൈലൈറ്റ് ചെയ്ത വാക്കുകളെ ഇല്ലുസ്ട്രേറ്റ് ചെയ്ത് എഴുതിയിട്ടുള്ളതാണ് അല്ലേ. ആൻഡ് അപ്പീൽ എന്നതിന് ആൻഡ് അപ്പീൽ എന്ന് സെപ്പറേറ്റ് ആക്കി എഴുതിയിട്ടുണ്ട്. then അതുപോലെ ദി മൊമെൻറ്റ് എന്നതിനെ എങ്ങനെ എഴുതാം? ദ മൊമെൻറ്റ് എന്ന് എഴുതാം. then their lives എന്നതിനെ their lives എന്ന് സെപ്പറേറ്റ് ചെയ്താം. then these sacrifices എന്നതിനെ these sacrifices എന്ന് സെപ്പറേറ്റ് ചെയ്താൽ അല്ലേ. then what is the function of the words preceding the nouns in the above paragraph? ഇവിടെ ഈ നൗൺസിൻ്റെ ഫ്രണ്ടിലായിട്ട് തന്നിട്ടുള്ള ആ ഒരു വേർഡ് ഉണ്ടല്ലോ അല്ലേ. നൗൺ എന്ന് പറയുമ്പോൾ ഏതാണ് ഇതിൽ? അപ്പീൽ, മൊമെൻറ്റ്, ലിവ്സ്, സാക്രിഫൈസസ് എന്നതൊക്കെയാണ് നൗൺ അല്ലേ. അപ്പോൾ ആ നൗണിൻ്റെ ഫ്രണ്ടിലായിട്ട് തന്നിട്ടുള്ള ആ വാക്കുകളുണ്ടല്ലോ, അതിൻ്റെ ഫംഗ്ഷൻ എന്താണെന്ന് ചോദിക്കുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ് ആ വാക്കുകൾ അവിടെ യൂസ് ചെയ്തിട്ടുള്ളത്? ടു ഗിവ് മോർ ഇൻഫർമേഷൻ അബൌട്ട് ദ നൗൺ. ആ തന്നിരിക്കുന്ന നൗണിനെ കുറിച്ചുള്ള കുറച്ചും കൂടി ഒരു ഇൻഫർമേഷൻ, കുറച്ചും കൂടി ഒരു വിവരം നമുക്ക് ലഭിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള വാക്കുകളിൽ ദെയർ, ദീസ് എന്നൊക്കെ നമുക്ക് ഉൾപ്പെടുത്തുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള വാക്കുകളെ നമ്മൾ എന്താ പറയുക? ഡിറ്റർമിനേഴ്സ് എന്നാ പറയാം. ഡിറ്റർമിനേഴ്സ് ആർ വേർഡ്സ് ദാറ്റ് പ്രിസീഡ് നൗൺസ് ടു ക്ലാരിഫൈ ഓർ സ്പെസിഫൈ ഡീറ്റെയിൽസ് റിലേറ്റിംഗ് ടു ദി നൗൺസ്. എന്താണ് ഡിറ്റർമിനേഴ്സ് എന്ന് പറയുന്നത്? നൗണിൻ്റെ മുമ്പിലായിട്ട് നമ്മൾ കൊടുക്കുന്ന വാക്കുകളാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? ഈ നൗണിനെ കുറിച്ച് ഒരു ക്ലാരിഫൈ, ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു ഐഡിയ കിട്ടാൻ, അല്ലെങ്കിൽ ഒരു സ്പെസിഫിക്കേഷനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ദെൻ ലിസ്റ്റ് സിമിലർ ഫ്രേസസ് ഫ്രം ദി പാസേജ് ഇൻ ദ സ്പേസ് ബിലോ.
then ഇതുപോലെയുള്ള ഫ്രേസുകൾ നിങ്ങളോട് ഇവിടെ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. ഈ പാസേജ് നോക്കിയിട്ട് അപ്പോൾ എന്തൊക്കെ എഴുതാം, അവർ നേഷൻ എന്നത് അല്ലേ. പിന്നെ അതുപോലെ ദി എഫേർട്സ് എഴുതാം, ദി കൺട്രി എഴുതാം. നെക്സ്റ്റ്, now match the determiners in column A with suitable nouns in column B to make meaningful phrases in column C. ഇവിടെ ഡിറ്റർമിനേഴ്സ് തന്നിട്ടുണ്ട്, അതുപോലെ ബി കോളത്തിൽ നൗണും തന്നിട്ടുണ്ട്. അപ്പോൾ ഓരോ ഡിറ്റർമിനേഴ്സിനും മാച്ച് ആയിട്ടുള്ള നൗണുകൾ ബി കോളത്തിൽ നിന്ന് സെലക്ട് ചെയ്യുക. എന്നിട്ട് രണ്ടും കൂടി ചേർത്ത് ഒരു ഫ്രേസ് നിങ്ങളോട് സി കോളത്തിൽ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ കൊടുക്കുന്നുണ്ട്, എന്തൊക്കെ എഴുതാം, എ സ്പീച്ച് എന്ന് എഴുതാം, ആൻ ഓർക്കസ്ട്ര, ദി ബോയ്, ദിസ് ഡ്യൂട്ടി, ദാറ്റ് ഡ്യൂട്ടി, ദീസ് സ്പീച്ചസ്, ദോസ് ബോയ്സ്, മൈ ഡ്യൂട്ടി, സം ഡ്യൂട്ടീസ്, മെനി ചിൽഡ്രൻ, 5 children, first child. Okay, next fill in the blanks choosing suitable determiners from those in the box below. അപ്പോൾ ഇവിടെ ഒരു പാസേജ് തന്നിട്ടുണ്ട് അല്ലേ. ദെൻ അതിൽ എന്താ ഡിറ്റർമിനേഴ്സ് വെച്ച് ആ പാസേജിൽ വിട്ടുപോയ ഭാഗങ്ങൾ നിങ്ങളോട് ഫില്ല് ചെയ്ത് കൊടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എങ്ങനെ എഴുതാം, റോജർ ട്രൈ ടു സ്നാച്ച് മിസ്സിസ് ജോൺസ് പേഴ്സ് ബട്ട് ഷീ സ്റ്റോപ്ഡ് ഹിം. Strangely, she didn't punish him but helped him realize his mistake. അപ്പോൾ അവിടെ ഏതാ വന്നു, ഹിസ് മിസ്റ്റേക്ക് അല്ലേ, അവൻ്റെ മിസ്റ്റേക്ക് എന്നാണ് വരുന്നത്. ദ നെക്സ്റ്റ്, ഷി ഗാവ് ഹിം ഡാഷ് ഓപ്പർച്യൂണിറ്റി. ഷി ഗാവ് ഹിം ആൻ ഓപ്പർച്യൂണിറ്റി. ഓപ്പർച്യൂണിറ്റി എന്ന് പറയുമ്പോൾ ഫസ്റ്റ് വവൽ സൗണ്ടാണ് വന്നിട്ടില്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ആൻ യൂസ് ചെയ്യണം. ദെൻ ടു കറക്റ്റ് ഹിസ് മിസ്റ്റേക്ക് ബിക്കോസ് ഷി ഫെൽറ്റ് ഹി ഹാഡ് ടേക്കൺ ടു സ്റ്റീലിംഗ് ഓൺലി ബിക്കോസ് ഓഫ് ഹിസ് സർക്കംസ്റ്റാൻസസ്. അവർക്ക് തോന്നി അവനിങ്ങനെ മോഷ്ടിക്കുന്നത് അവൻ്റെ സാഹചര്യങ്ങൾ കൊണ്ടാണെന്ന് അല്ലേ. ദെൻ ഡാഷ് ചിൽഡ്രൻ ലൈക്ക് റോജർ. റോജറിനെ പോലെയുള്ള കുട്ടികൾ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ എന്ത് എഴുതാം, മെനി ചിൽഡ്രൻ എഴുതുന്നത്. മെനി ചിൽഡ്രൻ ലൈക്ക് റോജർ ഗെറ്റ് ക്യാരിഡ് എവേ ബൈ ദെയർ വിഷസ്. അവരുടെ ആഗ്രഹങ്ങൾ. അപ്പോൾ ദെയർ ആണ് ഇവിടെ മാച്ച് ആവുക. ദെയർ വിഷസ് വിച്ച് ദേ ഫീൽ ദേ ആർ അൺഎബിൾ ടു ഫുൾഫിൽ. ബട്ട് ഇഫ് എൽഡേഴ്സ് take the trouble to correct them, it will encourage them to avoid such tendencies. Then a society ആണ് അവിടെ യൂസ് ചെയ്യേണ്ടത്. ഒരു സൊസൈറ്റി that is devoid of moral values is a curse to humanity. മാനുഷിക മൂല്യങ്ങളില്ലാത്ത ഒരു സൊസൈറ്റി എന്ന് പറയുന്നത് അത് മാനവികതയ്ക്ക് തന്നെ ശാപമാണ്. ഇൻഫാക്ട് ഇറ്റ് ഈസ് ദീസ് വാല്യൂസ്. ഇവിടെ എന്താ, ദീസ് വാല്യൂസ് അല്ലേ, ഈ മൂല്യങ്ങൾ, ആ ഒരു മീനിങ് വരാനാണ് ദീസ് യൂസ് ചെയ്തിട്ടുള്ളത് അല്ലേ. ദാറ്റ് മേക്ക് എ പേഴ്സൺ ഹ്യൂമൺ ആൻഡ് ഹ്യൂമൺ. സോ ലെറ്റ്സ് ബി കമ്പാഷനേറ്റ് ടു അവർ ഫെല്ലോ ബീയിങ്സ് ആൻഡ് ഹെൽപ്പ് ഈച്ച് അതർ ബിക്കോസ് സ്റ്റിക്കിംഗ് ടുഗെദർ ഇൻ ടൈംസ് ഓഫ് നീഡ് ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഹ്യൂമൻ വാല്യൂസ്. അപ്പോൾ ഇവിടെ ഫില്ല് ചെയ്തിരിക്കുന്നത് കണ്ടല്ലോ. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ മീനിങ് നോക്കുക, അതിന് മാച്ച് ആയിട്ടുള്ള ഡിറ്റർമിനേഴ്സ് വേണം എഴുതി കൊടുക്കാൻ. നെക്സ്റ്റ്, വി ഹാവ് ലേൺ അബൌട്ട് നൗൺസ്, അഡ്ജക്റ്റീവ്സ് ആൻഡ് ഡിറ്റർമിനേഴ്സ്. നമ്മളിപ്പോൾ എന്തിനൊക്കെ കുറിച്ച് പഠിച്ചു, നൗൺസിനെ കുറിച്ച്, അഡ്ജക്റ്റീവ്സിനെ കുറിച്ച്, ഡിറ്റർമിനേഴ്സിനെയൊക്കെ കുറിച്ച് പഠിച്ചു. ഇറ്റ് ഈസ് പോസിബിൾ ടു ടേൺ എ നൗൺ ഇൻ ടു എ നൗൺ ഫ്രേസ് ബൈ ആഡിങ് ഡിറ്റർമിനേഴ്സ് ആൻഡ് അഡ്ജക്റ്റീവ്സ് ടു ദ ഹെഡ് നൗൺ. നമുക്കിപ്പോൾ ഒരു നൗണിനെ അതിൻ്റെ കൂടെ ഡിറ്റർമിനേഴ്സും അതുപോലെ തന്നെ അഡ്ജക്റ്റീവ്സ് ഒക്കെ ആഡ് ചെയ്തുകൊണ്ട് അതിനെ ഒരു നൗൺ ഫ്രേസ് ആക്കി മാറ്റാനായിട്ട് പറ്റൂലേ. കൺസിഡർ ദ നൗൺ പേഴ്സ്. ലെറ്റ്സ് ടേൺ ഇറ്റ് ഇൻ ടു എ നൗൺ ഫ്രേസ് ക്രിയേറ്റിംഗ് എ വേർഡ് പിരമിഡ്. നമ്മൾ പേഴ്സ് എന്ന് പറയുന്ന ഒരു നൗൺ എടുക്കുകയാണെങ്കിൽ അതിനെ നമുക്ക് നൗൺ ഫ്രേസ് ആക്കി മാറ്റാം. എങ്ങനെ, ഇവിടെ നൽകിയിരിക്കുന്ന പോലെ ഒരു വേർഡ് പിരമിഡ് പോലെ ചെയ്തിട്ടില്ലേ. അപ്പോൾ ഹെഡ് നൗൺ വരുന്നത് പേഴ്സാണ്. തന്നെ അതിനെ നമുക്ക് എ പേഴ്സ് എന്നാക്കാം, എ ബ്രൗൺ പേഴ്സ് എന്നാക്കാം, എ ബ്യൂട്ടിഫുൾ ബ്രൗൺ പേഴ്സ് എന്നാക്കി എഴുതാം. ദെൻ ഇതുപോലെ നൗ എക്സ്പാൻഡ് ദ ഫോളോയിങ് നൗൺസ് ഇൻ ടു നൗൺ ഫ്രേസസ് ആൻഡ് ക്രിയേറ്റ് വേർഡ് പിരമിഡ്സ്. ദെൻ ഇതുപോലെ ഈ തന്നിരിക്കുന്ന 2 നൗണുകളുണ്ടല്ലോ, ഷൂസും ചിൽഡ്രനും, ഇതിനെയും വേർഡ് പിരമിഡ് തയ്യാറാക്കി നൗൺ ഫ്രേസസ് ക്രിയേറ്റ് ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ എങ്ങനെ ചെയ്യാം, ഷൂസ് ആണെങ്കിൽ എ പെയർ ഓഫ് ഷൂസ് എന്ന് എഴുതാം, എ പെയർ ഓഫ് റെഡ് ഷൂസ് എന്ന് എഴുതാം, എ പെയർ ഓഫ് ബ്യൂട്ടിഫുൾ റെഡ് ഷൂസ് എന്ന് എഴുതാം. ദെൻ ചിൽഡ്രൻ ആണെങ്കിൽ എങ്ങനെ എഴുതാം, ചിൽഡ്രൻ, ദി യങ് ചിൽഡ്രൻ, ദ എനർജറ്റിക് യങ് ചിൽഡ്രൻ എന്ന് എഴുതാം അല്ലേ. ആക്ടിവിറ്റി 2, ദീസ് ആർ റോജേഴ്സ് തോട്ട്സ് വെൻ ഹി റിട്ടേൺസ് ഹോം, റീഡ് ദം. റോജറിൻ്റെ ചിന്തകളാണ് ഇവിടെ തന്നിട്ടുള്ളത് അല്ലേ. അവൻ അവിടെ നിന്ന് തിരിച്ചു പോകുമ്പോൾ അവൻ ചിന്തിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ എന്തൊക്കെയാണ്, വൈ ഡിഡ് ഐ ഡു ഇറ്റ്, ഞാൻ എന്തിനാ ഇങ്ങനെ ചെയ്തത്, ഐ ഷുഡിൻ ഹാവ് ഡൺ ഇറ്റ്, ഞാൻ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു, ഇൻഫാക്ട് ട്രൈങ് ടു പിക്ക് സം വൺസ് പോക്കറ്റ് ബുക്ക് ഈസ് എ ക്രൈം, എ സീരിയസ് ഒഫെൻസ്. വാസ്തവത്തിൽ നമ്മൾ
ഒരാളുടെ പോക്കറ്റ് ബുക്ക് തട്ടിയെടുക്കാൻ ശ്രമിക്കുക എന്ന് പറയുന്നത് അതൊരു കുറ്റമാണ് അല്ലേ. ഒരു സീരിയസ് ആയിട്ടുള്ള ഗുരുതരമായിട്ടുള്ള ഒരു കുറ്റം തന്നെയാണ്, ഒരു കുറ്റകൃത്യം തന്നെയാണ് അത്. ഹൗ എംബ്രേസിങ് ദ എക്സ്പീരിയൻസ് വാസ്. ആ ഒരു എക്സ്പീരിയൻസിലെ ആ ഒരു അനുഭവം എന്ത് നാണക്കേട് വരുത്തുന്ന തരത്തിലുള്ളതായിരുന്നു അല്ലേ. ഒരു നാണം കെട്ട പ്രവൃത്തിയായിരുന്നു അതെന്ന് പറയണം. ആക്ച്വലി സച്ച് എ തോട്ട് ഷുഡ് നെവർ ഹാവ് എൻറ്റേർഡ് മൈ മൈൻഡ്. ശരിക്കും എന്താ അങ്ങനെ ഒരു ചിന്ത എൻ്റെ മനസ്സിൽ വരാൻ പാടില്ലായിരുന്നു. ഇറ്റ് ഡിഡ്. പക്ഷേ അത് സംഭവിച്ചു. ഐ തിങ്ക് ഐ ഗോട്ട് ക്യാരിഡ് എവേ ബൈ മൈ ലോങ്ങിങ് ഫോർ ദ ബ്ലൂ സ്യൂട്ട് ഷൂസ്. എനിക്ക് തോന്നുന്നത് ആ നീല ഷൂസിൻ്റെ നീല സ്യൂട്ട് ഷൂസിനായിട്ടുള്ള ആ ഒരു ആഗ്രഹം അത് എന്നെ ആകെ കീഴടക്കിയിട്ടുണ്ടായിരുന്നു എന്ന് തോന്നുന്നു. അതുകൊണ്ടായിരിക്കും ഞാൻ അങ്ങനെ ചെയ്തത് എന്നിങ്ങനെ ആലോചിക്കുകയാണ് അല്ലേ. ഇറ്റ് വാസ് സോ കൈൻഡ് ഓഫ് മിസ്സിസ് ജോൺസ് ടു ഫോർഗിവ് മീ. മിസ്സിസ് ജോൺസ് എന്നോട് ക്ഷമിച്ചിട്ടുള്ളത് അത് ശരിക്കും ഒരു ദയയുള്ള പ്രവൃത്തിയാണ് അല്ലേ. നല്ല ദയയാണ് അവരെന്നോട് കാണിച്ചിട്ടുള്ളത്. അതർവൈസ് ഐ വുഡ് ഹാവ് എൻഡഡ് അപ്പ് അറ്റ് ദ പോലീസ് സ്റ്റേഷൻ. അല്ലായിരുന്നെങ്കിലേ അവർ ക്ഷമിച്ചിട്ടില്ലായിരുന്നെങ്കിൽ ഞാനിപ്പോൾ പോലീസ് സ്റ്റേഷനിൽ എത്തുമായിരുന്നു. Someone please help me. I won't repeat this ever again. I will always be good to everyone. Someone please help me. ആരെങ്കിലും എന്നെ സഹായിക്കൂ. I won't repeat this ever again. ഞാൻ ഒരിക്കലും ഇനി ഇത് ആവർത്തിക്കില്ല. I will always be good to everyone. ഇനി മുതൽ എല്ലാവരോടും ഞാൻ എപ്പോഴും നല്ല രീതിയിലേ പെരുമാറുള്ളൂ എന്ന് പറയാണ് അല്ലേ. Now let's focus on a few Roger's thoughts. ഇനി ഈ റോജറിൻ്റെ തോട്ടുകൾ ഇവിടെ നമ്മൾ പറഞ്ഞൂലേ, ആ ചിന്തകളിൽ ചില കാര്യങ്ങൾ നമ്മളിവിടെ എടുത്ത് എഴുതിയിട്ടുണ്ട്. എന്തൊക്കെയാണ്? ഐ ഷുഡിൻ ഹാവ് ഡൺ ഇറ്റ്. ഞാൻ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന് പറയുന്നത്. ദെൻ വൈ ഡിഡ് ഐ ഡു ഇറ്റ്. ഞാൻ എന്തിനാണ് അങ്ങനെ ചെയ്തത്? അതൊരു ക്വസ്റ്റ്യൻ ആണ് അല്ലേ. നെക്സ്റ്റ് പ്ലീസ് ഹെൽപ്പ് മീ. പ്ലീസ് എന്നെ ഒന്ന് സഹായിക്കൂ എന്ന് പറയാണ് അല്ലേ. നെക്സ്റ്റ് ഹൗ എംബ്രേസിങ് ദ എക്സ്പീരിയൻസ് വാസ്. ആ ഒരു എക്സ്പീരിയൻസ് എന്ത് നാണം കെട്ട ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു എന്ന് പറയണം. അപ്പോൾ ഇതൊക്കെയാണ് തന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നമ്മൾ ഈ ഓരോ സെൻറ്റൻസിൻ്റെയും പ്രത്യേകതകളാണ് ഇവിടെ മനസ്സിലാക്കേണ്ടത്. ഓരോന്നും ഓരോ രീതിയിലുള്ള സെൻറ്റൻസുകളാണ്. Now try to categorize the thoughts by their function. One has been done for you. അപ്പോൾ ഈ 4 അവൻ്റെ ചിന്തകളിൽ 4 പോയിൻറ്റ്സ് നമുക്ക് തന്നിട്ടുള്ളത് അല്ലേ. ഈ 4 നമുക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ ഫംഗ്ഷൻ അനുസരിച്ച് അല്ലേ, ആ ഓരോ സെൻറ്റൻസും ചെയ്യുന്ന ഒരു ഫംഗ്ഷൻ ഉണ്ട് അല്ലേ. ചിലത് ക്വസ്റ്റ്യൻ ആണ്, ചിലത് സാധാ സ്റ്റേറ്റ്മെൻ്റ് ആണ്, അങ്ങനെയൊക്കെയാണ് തന്നിട്ടില്ലേ. അപ്പോൾ അതനുസരിച്ച് ഇതിനെ ഒന്ന് തരംതിരിച്ച് നോക്കാം. അപ്പോൾ ഇതിൽ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് വരുന്നത് എന്ന് വെച്ചാൽ സാധാ ഒരു സെൻറ്റൻസ്, ഒരു പ്രസ്താവനയായിട്ട് വരുന്നത് ഏതായിരുന്നു? ഐ ഷുഡിൻ ഹാവ് ഡൺ ഇറ്റ്. ഞാൻ അത് ചെയ്യാൻ പാടില്ലായിരുന്നു എന്നതാണ് അല്ലേ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നത് ഏതാ? വൈ ഡിഡ് ഐ ഡു ഇറ്റ്. ഞാൻ എന്തിനാ അങ്ങനെ ചെയ്തത് എന്ന് പറയുന്നത് അല്ലേ. ദെൻ നെക്സ്റ്റ് റിക്വസ്റ്റ് അല്ലെങ്കിൽ ഓർഡർ അല്ലെങ്കിൽ അഡ്വൈസ്. നമ്മളൊരാളോട് റിക്വസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ ഓർഡർ ചെയ്യുക അല്ലെങ്കിൽ അഡ്വൈസ് ചെയ്യൽ, ഉപദേശിക്കുക, ആ രീതിയിലുള്ള സെൻറ്റൻസുകളിൽ വരുന്നതാണ് പ്ലീസ് ഹെൽപ്പ് മീ എന്ന് പറയുന്നത് അല്ലേ. നെക്സ്റ്റ് എക്സ്പ്രഷൻ ഓഫ് സഡൻ ഓർ സ്ട്രോങ് ഇമോഷൻ. നമുക്ക് സഡൻ ആയിട്ട് ഉണ്ടാകുന്ന അല്ലെങ്കിൽ സ്ട്രോങ് ആയിട്ടുള്ള നമ്മുടെ ഇമോഷൻസ് നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത്, ആ രീതിയിലുള്ള സെൻറ്റൻസ്. അപ്പോൾ അതേതാ? ഹൗ എംബ്രേസിങ് ദ എക്സ്പീരിയൻസ് വാസ് അല്ലേ. ആ ഒരു എക്സ്പീരിയൻസ് എന്ത് നാണം കെടുത്തുന്നതായിരുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ രീതിയിലാണ് ഈ ഓരോ സെൻറ്റൻസിനെയും തരംതിരിച്ചിട്ടുള്ളത്. ദെൻ ഹിയർ ആർ 4 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സെൻറ്റൻസസ് ക്ലാസിഫൈഡ് ബൈ ദെയർ ഫംഗ്ഷൻ. അപ്പോൾ സെൻറ്റൻസുകളെ നമ്മൾ ഈ മുകളിൽ എന്ത് ചെയ്തു? 4 ടൈപ്പായി തരംതിരിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ആ സെൻറ്റൻസുകളെ നമ്മൾ ഫംഗ്ഷൻ അനുസരിച്ച് ഓരോ സെൻറ്റൻസിൻ്റെയും ധർമ്മം എന്താണോ അതനുസരിച്ച് തരംതിരിച്ചിട്ടുണ്ട്. അപ്പോൾ ഏതൊക്കെയാണ്? ഫസ്റ്റ് വരുന്നത് ഡിക്ലറേറ്റീവ് ഓർ അസേർട്ടീവ് സെൻറ്റൻസ് എന്ന് വെച്ചാൽ നമ്മൾ മുകളിൽ പറഞ്ഞ പോലെ സാധാ സ്റ്റേറ്റ്മെൻറ്റ്സ് അല്ലേ, എന്തെങ്കിലും പ്രസ്താവനകൾ, സാധാ സ്റ്റേറ്റ്മെൻറ്റ്സിനെയാണ് നമ്മൾ അസേർട്ടീവ് അല്ലെങ്കിൽ ഡിക്ലറേറ്റീവ് സെൻറ്റൻസ് എന്ന് പറയാം. ദെൻ അതുപോലെ നമ്മൾ ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ അല്ലേ, ക്വസ്റ്റ്യൻ ചോദിക്കുന്ന തരത്തിലുള്ള സെൻറ്റൻസുകളാണെങ്കിൽ അതിനെ നമ്മൾ ഇൻട്രോഗേറ്റീവ് സെൻറ്റൻസ് എന്ന് പറയാം. ദെൻ നെക്സ്റ്റ് മുകളിൽ തന്ന പോലെ തന്നെ റിക്വസ്റ്റ് അല്ലെങ്കിൽ എന്തെങ്കിലും ഓർഡർ അല്ലെങ്കിൽ അഡ്വൈസ് ഇതൊക്കെ പറയാനായിട്ട് ഉപയോഗിക്കുന്ന സെൻറ്റൻസുകളെ നമ്മൾ ഇംപെറേറ്റീവ് സെൻറ്റൻസ് എന്ന് പറയാം. ദെൻ അതുപോലെ സഡൻ ആയിട്ടുള്ള അല്ലെങ്കിൽ സ്ട്രോങ് ആയിട്ടുള്ള ഇമോഷൻസ് കാണിക്കാനായിട്ട് ഉപയോഗിക്കുന്ന സെൻറ്റൻസുകൾ അവയെ നമ്മൾ പറയാം? എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ് എന്നാ പറയാം. ദെൻ മാച്ച് ദ ഫോളോയിങ് സെൻറ്റൻസസ് വിത്ത് എ ഫംഗ്ഷൻ. അങ്ങനെയാണെങ്കിൽ താഴെ തന്നിരിക്കുന്ന സെൻറ്റൻസുകളെ ഫംഗ്ഷൻ അനുസരിച്ച് ഏത് ടൈപ്പ് സെൻറ്റൻസ് ആണെന്ന് മാച്ച് ചെയ്യാനാണ് പറഞ്ഞിട്ടില്ലേ. അപ്പോൾ ഫസ്റ്റ് സെൻറ്റൻസ് കം വിത്ത് മീ ടു മൈ ഹൗസ്. എൻ്റെ കൂടെ എൻ്റെ വീട്ടിലേക്ക് വരൂ എന്ന് പറയുകയാണ് അല്ലേ. അപ്പോൾ അതൊരു ഓർഡറാണ്. അപ്പോൾ ഓർഡർ അല്ലെങ്കിൽ അഡ്വൈസ് ഇതിനൊക്കെ നമ്മൾ ഇംപെറേറ്റീവ് സെൻറ്റൻസ് എന്നാണ് പറയാം. നെക്സ്റ്റ് വൈ ഡിഡ് മിസ്സിസ് ജോൺസ് ഹെൽപ്പ് റോജർ.
മിസ്സസ് ജോൺസ് എന്തിനാണ് റോജറിനെ ഹെൽപ്പ് ചെയ്തത് എന്നുള്ളത് എന്താ ഇവിടെ ഒരു ക്വസ്റ്റ്യനാണ് തന്നിട്ടുള്ളത്. ക്വസ്റ്റ്യൻസിന് നമ്മൾ എന്താ പറയുക, ഇൻട്രോഗേറ്റീവ് സെൻറ്റൻസ് എന്നാണ് പറയാം. ദെൻ നെക്സ്റ്റ്, റോജർ വാസ് എ പുവർ ബോയ്. റോജർ ഒരു പാവം കുട്ടിയാണ് അല്ലേ. അപ്പോൾ എന്താണ് അതെന്താ, അതൊരു സാധാ സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പോൾ അതിനെ നമുക്ക് അസേർട്ടീവ് സെൻറ്റൻസ് ആക്കിയിട്ട് മാച്ച് ചെയ്ത് കൊടുക്കാം. നെക്സ്റ്റ്, വാട്ട് എ വണ്ടർഫുൾ മൊമെൻറ്റ്. എന്തൊരു വണ്ടർഫുൾ ആയിട്ടുള്ള ഒരു നിമിഷമാണ് അതെന്നല്ലേ. അപ്പോൾ അത് ഇതിലെ വരിക എക്സ്ക്ലമേറ്ററി ആണ് അല്ലേ. അതിൽ എന്താ എക്സ്ക്ലമേഷൻ മാർക്കൊക്കെ തന്നിട്ടുണ്ട്, അത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റൂലേ. ദെൻ നെക്സ്റ്റ് വരുന്നത് ആക്ടിവിറ്റി 3. ലെറ്റ്സ് റീഡ് ആൻ അക്കൗണ്ട് ഓഫ് ദ കോൺവെർസേഷൻ ബിറ്റ്വീൻ മിസ്സസ് ജോൺസ് ആൻഡ് റോജർ ഇൻ ദ പിക്ചർ സ്റ്റോറി ബിലോ. താഴെ തന്നിരിക്കുന്ന ഒരു പിക്ചർ സ്റ്റോറി പോലെ തന്നിരിക്കുകയാണ്. അതിൽ മിസ്സസ് ജോൺസും എന്താ റോജറും തമ്മിലുള്ള കോൺവെർസേഷൻ ആണ്. അപ്പോൾ എന്തൊക്കെയാണ് പറയുന്നത് നോക്കാം. ഐ വിൽ ഗെറ്റ് യു സംതിങ് ടു ഈറ്റ്. ഞാൻ നിനക്ക് കഴിക്കാൻ എന്തെങ്കിലും എടുത്തുകൊണ്ട് വരാമെന്ന് പറയാണ് അല്ലേ. അപ്പോൾ എന്താ അവൻ പറയുന്നത്, ദാറ്റ്സ് വെരി കൈൻഡ് ഓഫ് യു. അത് നന്നായിരിക്കും എന്ന് പറയാണ് അല്ലേ. ദെൻ നെക്സ്റ്റ് എന്താ പറയുന്നത്, യു ക്യാൻ വെയിറ്റ് അറ്റ് ദി ടേബിൾ. എനിക്ക് ആ ടേബിളിൽ വെയിറ്റ് ചെയ്യാം. ദെൻ ഐ വിൽ സെർട്ടൻലി വെയിറ്റ് മാം. അപ്പോൾ അവൻ എന്ത് പറയുന്നു, ഞാൻ ഉറപ്പായിട്ടും അവിടെ വെയിറ്റ് ചെയ്യാമെന്ന് പറയാണ്. നെക്സ്റ്റ്, ഇമേജിൻ റോജർ മീറ്റ്സ് എ ഫ്രണ്ട് ആൻഡ് റിപ്പോർട്ട്സ് ദിസ് കോൺവെർസേഷൻ ടു ഹിം. ഇനി നിങ്ങൾ സങ്കല്പിച്ച് നോക്കുക, ഇവർ തമ്മിലുള്ള ആ ഒരു കോൺവെർസേഷൻ ഉണ്ടല്ലോ ഇപ്പോൾ പറഞ്ഞ ആ കോൺവെർസേഷന് എന്ത് ചെയ്യാണ്, റോജർ അവൻ്റെ ഒരു ഫ്രണ്ടിനെ കാണുകയാണ്. അപ്പോൾ അവനോട് ഈ കോൺവെർസേഷനൊക്കെ അവന് പറഞ്ഞു കൊടുക്കുകയാണെന്ന് വിചാരിക്കുക. റീഡ് ദ കോൺവെർസേഷൻ ബിറ്റ്വീൻ റോജർ ആൻഡ് ഹിസ് ഫ്രണ്ട്. ദെൻ അങ്ങനെ റോജർ അവൻ്റെ ഫ്രണ്ടിനോട് പറയുന്ന ആ ഒരു കോൺവെർസേഷനാണ് തന്നിട്ടില്ലേ. അപ്പോൾ അതൊന്ന് വായിച്ചു നോക്കാം. റോജർ, മിസ്സസ് ജോൺസ് ടോൾഡ് മീ ദാറ്റ് ഷി വുഡ് ഗെറ്റ് മീ സംതിങ് ടു ഈറ്റ്. റോജർ എന്താ പറയുന്നത്, മിസ്സസ് ജോൺസ് എന്നോട് പറഞ്ഞു എനിക്ക് കഴിക്കാനായിട്ട് എന്തെങ്കിലും എടുത്തു കൊണ്ടുവരാമെന്ന്. അപ്പോൾ ഫ്രണ്ട് പറയാം റിയലി ശരിക്കൊന്നില്ലേ. അപ്പോൾ റോജർ പറയാം ഐ ടോൾഡ് ഹെർ ദാറ്റ് ഇറ്റ് വാസ് വെരി കൈൻഡ് ഓഫ് ഹെർ. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു അത് നന്നായിരിക്കും എന്നല്ലേ. ദെൻ ഫ്രണ്ട് എന്താ പറയുന്നത്, യെസ് വാട്ട് എ കൈൻഡ് ലേഡി ഷീ ഈസ്. അതെ അവൾ എന്ത് നല്ല ദയയുള്ള ലേഡിയാണെന്ന് പറയാം. അപ്പോൾ റോജർ ഷീ സെഡ് ദാറ്റ് ഐ കുഡ് വെയിറ്റ് അറ്റ് ദി ടേബിൾ. ദെൻ അവളെന്നോട് പറഞ്ഞു ആ ടേബിളിൻ്റെ അവിടെ വെയിറ്റ് ചെയ്യാനായിട്ട് അല്ലേ. ദെൻ ഫ്രണ്ട് പറയാം ഓ ഷീ ഈസ് സോ കൺസിഡറേറ്റ്. അവർ നല്ല കൺസിഡറേറ്റ് ആണെന്ന് പറയാം. അപ്പോൾ റോജർ ട്രൂ ഐ ടോൾഡ് ഹെർ ദാറ്റ് ഐ വുഡ് സെർട്ടൻലി വെയിറ്റ്. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു ഞാൻ ഉറപ്പായിട്ടും അവിടെ വെയിറ്റ് ചെയ്തോളാം എന്നല്ലേ. ദെൻ ലെറ്റ്സ് നോട്ട് ദ ചേഞ്ചസ് ടു എ ഡയലോഗ് വെൻ ഇറ്റ് ഈസ് റിപ്പോർട്ടഡ്. ദ ഫസ്റ്റ് ഈസ് ഡൺ ഫോർ യു. അപ്പോൾ ഇവിടെ അവർ തമ്മിലുള്ള ആ ഒരു ഡയലോഗുകൾ ഇവൻ എന്ത് ചെയ്യാണ്, വേറെ ഒരാൾക്ക് പറഞ്ഞു കൊടുക്കുക, ഇവൻ്റെ ഫ്രണ്ടിനോട് പറയാണ് അല്ലേ. അപ്പോൾ ഒരാൾ നമ്മോട് പറഞ്ഞത് നമ്മൾ മറ്റൊരാളോട് പറയുമ്പോൾ അതെന്താ, നമ്മൾ റിപ്പോർട്ട് ചെയ്യാണ്. റിപ്പോർട്ടഡ് സ്പീച്ചിലാണ് അത് നമ്മൾ പറയേണ്ടത്. ഓക്കെ, അപ്പോൾ ഇവിടെ എങ്ങനെയാണത് വന്നിട്ടില്ലേ നോക്കാം. ഫസ്റ്റ് ആക്ച്വൽ കോൺവെർസേഷൻ അല്ലേ, ശരിക്കും അവർ പറഞ്ഞ കാര്യം എന്താണെന്ന് ഇവിടെ തന്നിട്ടുണ്ട്. ദെൻ റിപ്പോർട്ടഡ് സ്പീച്ചിൽ പറയുമ്പോൾ അതെങ്ങനെയാണ് വരുന്നതെന്നും കൊടുത്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഏതാണ് ഫസ്റ്റ്, മിസ്സസ് ജോൺസ് ഐ വിൽ ഗെറ്റ് യു സംതിങ് ടു ഈറ്റ്. അവർ ഐ വിൽ ഗെറ്റ് യു സംതിങ് ടു ഈറ്റ് എന്ന് പറഞ്ഞതിനെ റിപ്പോർട്ടഡ് സ്പീച്ചിലാക്കി പറയുമ്പോൾ എങ്ങനെയാണ് വന്നിട്ടുള്ളത്, മിസ്സസ് ജോൺസ് ടോൾഡ് മീ ദാറ്റ്. അങ്ങനെ നമ്മൾ തുടങ്ങണം. ആരാണോ പറഞ്ഞത് ദെൻ അവരെ ഫസ്റ്റ് കൊടുക്കുക അല്ലേ. മിസ്സസ് ജോൺസ് ടോൾഡ് മീ ദാറ്റ്, അവരെന്നോട് അങ്ങനെ പറഞ്ഞു. ഷി വുഡ് ഗെറ്റ് മീ സംതിങ് ടു ഈറ്റ്. ഓക്കെ, നെക്സ്റ്റ് റോജർ എന്താ പറഞ്ഞിട്ടില്ലേ, റോജർ പറഞ്ഞിട്ടുള്ളത് ദാറ്റ്സ് വെരി കൈൻഡ് ഓഫ് യു എന്നായിരുന്നു. അപ്പോൾ അത് റിപ്പോർട്ടഡ് സ്പീച്ച് ആയിട്ട് അവൻ എൻ്റെ ഫ്രണ്ടിനോട് പറയുമ്പോൾ എങ്ങനെയാണ് പറഞ്ഞിട്ടില്ലേ, ഐ ടോൾഡ് ഹെർ ദാറ്റ് ഇറ്റ് വാസ് വെരി കൈൻഡ് ഓഫ് ഹെർ. നെക്സ്റ്റ് ഡയലോഗ് വരുന്നത് മിസ്സസ് ജോൺസിൻ്റെയാണ്. യു ക്യാൻ വെയിറ്റ് അറ്റ് ദി ടേബിൾ എന്നതാണ് അല്ലേ. അപ്പോൾ അത് റിപ്പോർട്ടഡ് സ്പീച്ചിൽ വരുമ്പോൾ ഷി സെഡ് ദാറ്റ് ഐ കുഡ് വെയിറ്റ് അറ്റ് ദി ടേബിൾ എന്നാണ് വരിക. ദെൻ നെക്സ്റ്റ് റോജർ പറയുന്നത് ഐ വിൽ സെർട്ടൻലി വെയിറ്റ് മാം എന്നാണ്. അത് റിപ്പോർട്ടഡ് സ്പീച്ചിൽ വരുമ്പോൾ ഐ ടോൾഡ് ഹെർ ദാറ്റ് I would certainly wait. Next, let's list the changes we note in a reported statement. ഇപ്പോൾ നമ്മൾ റിപ്പോർട്ടഡ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് കണ്ടൂലേ, അപ്പോൾ അതിൽ വരുന്ന ചേഞ്ചസ് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ ഫസ്റ്റ് റിപ്പോർട്ടിംഗ് വേർബ് ഏതാ വരുന്നതെന്ന് നോക്കാം. അപ്പോൾ ഫസ്റ്റ് സെൻറ്റൻസിൽ റിപ്പോർട്ടിംഗ് വേർബ് ടോൾഡ് ആയിരുന്നു. then അതിന് ലിങ്കറായിട്ട് അല്ലെങ്കിൽ കണക്റ്റീവായി യൂസ് ചെയ്തിട്ടുള്ളത് ദാറ്റ് ആണ് അല്ലേ. ദെൻ ടെൻസ് അല്ലെങ്കിൽ വേർബ് വരുന്നത് നമ്മൾ ഡയറക്റ്റ് സ്പീച്ചിലാണെങ്കിൽ ഏതാ വന്നിട്ടുള്ളത്, നമ്മൾ സാധാ ഫസ്റ്റ് ഡയലോഗിലാണെങ്കിൽ വിൽ ഗെറ്റ് എന്നാണ് വന്നിട്ടുള്ളത്. ദെൻ അത് ഇൻഡയറക്റ്റിൽ അല്ലെങ്കിൽ നമ്മൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ അതിലെങ്ങനെയാണ് വന്നു, വിൽ ഗെറ്റ് എന്നത് വുഡ് ഗെറ്റ് ആയിട്ട് മാറി. ദെൻ പ്രോനൗൺ വരുമ്പോൾ ഏതാണ്, ഡയറക്റ്റ് സ്പീച്ചിലെ അല്ലെങ്കിൽ എന്ന് വെച്ചാൽ എന്താ, ഡയറക്റ്റ് സ്പീച്ച് എന്ന് വെച്ചാൽ നമ്മൾ ആ ഫസ്റ്റ് പറയുന്ന ഡയലോഗ്. ദെൻ റിപ്പോർട്ടഡ് സ്പീച്ചാണ് ഇൻഡയറക്റ്റ് എന്ന് പറയുന്നത്. അത് നിങ്ങൾ ഓർത്ത് വെക്കുക. അപ്പോൾ ഇവിടെ ഡയറക്റ്റ് സ്പീച്ചിൽ യു എന്നാണ് തന്നിട്ടുള്ളത്. ദെൻ ഇൻഡയറക്റ്റിലാക്കി ആയപ്പോൾ അതെന്തായിട്ടുണ്ട്, മീ എന്നായി ചേഞ്ച് ആയിട്ടുണ്ട് അല്ലേ.
ദെൻ അതുപോലെ സെക്കൻഡ് വരുന്നത് അതിൽ റിപ്പോർട്ടിംഗ് വേർബ് വരുന്നത് ടോൾഡ് തന്നെയാണ്. ദെൻ അതിൽ ലിങ്കർ ആയിട്ട് യൂസ് ചെയ്തിട്ടുള്ളത് ദാറ്റ് ആണ്. ദെൻ ടെൻസ് അല്ലെങ്കിൽ വേർബ് വരുന്നത് ഡയറക്റ്റിൽ ഈസ് ആയിരുന്നു, അത് നമ്മൾ റിപ്പോർട്ടഡ് സ്പീച്ചിൽ എഴുതിയപ്പോൾ വാസ് ആയിട്ടുണ്ട്. അതുപോലെ ഡയറക്റ്റിൽ യു ആയിരുന്ന പ്രൊനൗൺ എന്തായിട്ടുണ്ട്, ഇൻഡയറക്റ്റിൽ വരുമ്പോൾ അല്ലെങ്കിൽ റിപ്പോർട്ടഡിൽ വരുമ്പോൾ ഹെർ ആയി മാറിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ അതൊക്കെയാണ് ആ റിപ്പോർട്ട് ചെയ്യുമ്പോൾ വരുന്ന ചേഞ്ചുകൾ, അത് നിങ്ങൾ ശ്രദ്ധിക്കാം. ദെൻ നെക്സ്റ്റ് വരുന്നത് റിപ്പോർട്ടിംഗ് വേർബ് വരുന്നത് സെഡ് ആണ്. ദെൻ ലിങ്കർ വരുന്നത് ദാറ്റ് തന്നെയാണ്. ദെൻ ടെൻസ് അല്ലെങ്കിൽ വേർബ് വരുന്നത് ക്യാൻ വെയിറ്റ് ആയിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്, അത് റിപ്പോർട്ടിങ്ങിലായപ്പോൾ കുഡ് വെയിറ്റ് ആയി മാറിയിട്ടുണ്ട്. പ്രൊനൗണ് യു ആയിരുന്നു, യു എന്നത് ഐ ആയി മാറിയിട്ടുണ്ട് അല്ലേ. ഈ ലാസ്റ്റ് വൺ റിപ്പോർട്ടിംഗ് വേർബ് വരുന്നത് ടോൾഡ് ആണ്, ലിങ്കർ ദാറ്റ് തന്നെയായിരുന്നു. ദെൻ വേർബ് വിൽ വെയിറ്റ് എന്നായിരുന്നു ഉണ്ടായിരുന്നത്, അത് റിപ്പോർട്ട് ചെയ്തപ്പോൾ അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് മാറിയപ്പോൾ വുഡ് വെയിറ്റ് ആയിട്ടുണ്ട്. ദെൻ അതുപോലെ പ്രൊനൗണ് ഐ ആയിരുന്നു, അത് റിപ്പോർട്ടഡ് സ്പീച്ചിലും ഐ തന്നെയാണ് അല്ലേ. ഇനി നെക്സ്റ്റ് റിപ്പോർട്ട് ദ ഫോളോയിങ് ഡയലോഗ്. അങ്ങനെയാണെങ്കിൽ താഴെ തന്നിരിക്കുന്ന ഡയലോഗ്സ് റിപ്പോർട്ട് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ റോജർ ഐ വിൽ റിമെമ്പർ ദിസ് ഡേ ഫോർ എവർ എന്നാണ് പറയുന്നത്. ദെൻ മിസ്സിസ് ജോൺസ് എന്താ പറയുന്നത്, ഐ വോണ്ട് ഫോർഗെറ്റ് ഇറ്റ് എയ്തർ എന്നല്ലേ. അപ്പോൾ ഇതിനെ രണ്ടിനെയും റിപ്പോർട്ട് ചെയ്യുമ്പോൾ എങ്ങനെയാണ് വരുന്നത്, എന്തൊക്കെ ചേഞ്ച് അവിടെ വരാം. ഫസ്റ്റ് വരുന്നത് റോജർ സെഡ് ദാറ്റ് ഹി വുഡ് റിമെമ്പർ ദാറ്റ് ഡേ ഫോർ എവർ എന്നാണ് വരാം. അങ്ങനെയാണെങ്കിൽ സെക്കൻഡ് സെൻറ്റൻസ് റിപ്പോർട്ട് ചെയ്യുമ്പോൾ മിസ്സിസ് ജോൺസ് റിപ്ലൈഡ് ദാറ്റ് ഷി വുഡ് നോട്ട് ഫോർഗെറ്റ് ഇറ്റ് എയ്തർ. കണ്ടല്ലോ. അപ്പോൾ ഈ ചാപ്റ്ററിൽ മെയിനായിട്ട് വരുന്ന ആക്ടിവിറ്റീസൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാം.